ഇതിന്റെ പ്രത്യക്ഷമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ പോലെ തന്നെ ഇതിന്റെ അന്തർധാരയായിട്ട് വലിയൊരു കൊള്ള, ഒരു കോർപ്പറേറ്റ് കൊള്ള ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ദീർഘകാലമായിട്ടുള്ള വിവരാവകാശ ആക്ടിവിസത്തിലൂടെ പുറത്തു കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ശ്രീ നോബൽ പൈകട. വളരെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം കൊടുത്ത് പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ വലിയ അഴിമതിക്കഥയായിരുന്നു. പക്ഷെ ആ പ്രാധാന്യത്തോടെ ഒന്നും ആരും അത് റിപ്പോർട്ട് ചെയ്തതായിട്ട് തോന്നുന്നില്ല. ആ കൊള്ളയെക്കുറിച്ച് സംസാരിക്കുന്നതിനായിട്ട് ശ്രീ നോബൽ പൈകടയെ ക്ഷണിച്ചു. ഉണ്ണിമാഷ് പറഞ്ഞ ഇവിടെ ദേശീയപാതയ്ക്ക് വേണ്ടിയിട്ട് മരം നടുന്നത് സ്കൂളുകളിലേക്ക് മാറ്റി അതിന് പേരിട്ടിട്ടുണ്ട്. ഒന്ന് നഗരവനം, വിദ്യാവനം. സ്കൂളുകളിലും നഗരങ്ങളിലും വനം വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റ് അതിന്റെ കരാറ് എടുത്തിട്ടുണ്ട്. അപ്പം ദേശീയപാതയുടെ ഓരത്തും ഇനി മരം ഉണ്ടാവില്ല, സ്കൂളുകളിലും നഗരങ്ങളിലും വനമുണ്ടാവും. ഇതിനേക്കാളും ഏറ്റവും രസകരമായ ഒരു സംഭവം കൂടെ നടന്നിട്ടുണ്ട്. ഇപ്പൊ നിക്കോബാറിലെ ഒരു വലിയ പ്രോജക്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. നിത്യഹരിത വനങ്ങളെ വെട്ടി നശിപ്പിച്ചുകൊണ്ട് ഒരു വലിയ അന്താരാഷ്ട്ര തുറമുഖവും വിമാനത്താവളവും പവർ സ്റ്റേഷനും ഒക്കെ കൂടെ വരികയാണ്. അതുകൊണ്ട് 80,000 കോടി രൂപയുടെ പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് മാറ്റുന്ന മരങ്ങൾക്ക്, അതായത് നിത്യഹരിത വനങ്ങൾ വെട്ടിമാറ്റുന്നതിന് പകരം വനം വെച്ച് പിടിപ്പിക്കുന്നത് മധ്യപ്രദേശിൽ. ആദ്യം മധ്യപ്രദേശിനെ തീരുമാനിച്ച് ഇപ്പോൾ അത് ഹരിയാനയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 261 ഹെക്ടർ നിക്കോബാറിലെ വനം റീപ്ലേസ് ചെയ്യുക ഹരിയാനയിലായിരിക്കും. ഇതാണ് നമ്മളെ ഈ പരിസ്ഥിതി രംഗത്തെ. ഇത് ഇവിടെയുള്ള സർവ്വ കോടതികളും സർവ്വ ട്രിബ്യൂണലുകളും അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യും. ഈ സാമാന്യ ബോധം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. ഈ കഴിഞ്ഞ മഴക്കാലത്ത് ഇവിടെ നടന്നിട്ടുള്ള ഈ തകർച്ചകളുടെ കാര്യങ്ങൾ മുഴുവൻ ആസൂത്രിതമാണോ എന്ന് സംശയിക്കേണ്ടുന്ന വിധത്തിലാണ് കാര്യങ്ങൾ. ദേശീയപാത 66 എന്ന് പറഞ്ഞാൽ അങ്ങ് പനവേലിൽ തുടങ്ങി കന്യാകുമാരിയിൽ അവസാനിക്കുന്നതാണ് ദേശീയപാത 66. മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം ഈ 4 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു വരുന്നത്. ഇത് കടന്നു വരുന്ന ഇതിന്റെ ഗോവയിലും കേരളത്തിലും 45 മീറ്റർ വീതിയും കർണാടകയിൽ 60 മീറ്റർ വീതിയുമാണ്. കർണാടകയിൽ പക്ഷേ 60 മീറ്റർ വീതിയിൽ പണിയുന്നത് 4 വരിപ്പാതയാണ്, കേരളത്തിൽ 6 വരിപ്പാതയാണ്. പ്ലാനിംഗ് കമ്മീഷന്റെയും ഇന്ത്യൻ റോഡ് കോൺഗ്രസിന്റെയും ഒക്കെ നിർദ്ദേശപ്രകാരം അവരുടെ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് 6 വരിപ്പാത പണിയുന്നതിന് മിനിമം 60 മീറ്റർ സ്ഥലം വേണം. ഇവിടെ 45 മീറ്റർ പണിയാന്ന് പറഞ്ഞാൽ റോഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ റോഡ് സൈഡ് വീരമലക്കുന്നല്ല കുത്തനെ ഇടിക്കുന്നത്, 90 ഡിഗ്രിയിൽ ഇടിക്കേണ്ടി വരുന്നത്. വേറെ സ്ഥലമില്ല. ഇതങ്ങനെ ഉണ്ടാകുമ്പോൾ തകർച്ചയുണ്ടാവും, കൂടുതൽ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. അതിൻ്റെ ഒരു അനുഭവം കാർവാർ മുതൽ കുന്താപുര വരെയുള്ള സ്ട്രെച്ചിൽ അവിടെയാണ് ഷിരൂര് അപകടമുണ്ടായത്. അവിടെ വനഭൂമിയാണ് അതിൻ്റെ കൂടുതൽ ഭാഗവും. അപ്പോൾ ഈ വനഭൂമിയിൽ 60 മീറ്റർ വീതിയിൽ നേരത്തെ സ്ഥലം ഏറ്റെടുത്ത് റോഡ് പണിതാണ്. പക്ഷെ അവിടെ മഴക്കാലത്ത് മണ്ണിടിച്ചിലും മാതിരിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് കരാർ കമ്പനിയുടെ സംഗതികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ധാരാളം വിദഗ്ധ സമിതികളും റോഡിന്റെ പാതയോരങ്ങളുടെ സ്ലോപ്പ് കുറവായതുകൊണ്ടാണ് ഈ പ്രയാസങ്ങൾ ഉണ്ടായതെന്നും അതുകൊണ്ട് കൂടുതൽ വീതിയിൽ സ്ഥലം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ആ സ്ട്രെച്ചിൽ 15 മുതൽ 50 മീറ്റർ വരെ കൂടുതൽ വീതിയിൽ സ്ഥലം ഏറ്റെടുക്കേണ്ടി വന്നു. അതേ ഒരു സ്ഥിതിയിൽ കേരളത്തിൽ വരാൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ സംശയിക്കണം. ഇപ്പം ഈ കുത്തനെ ഇടിച്ച സ്ഥലങ്ങളിൽ മുഴുവൻ സോയിൽ നെയിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏർപ്പാടാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. സോയിൽ നെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 8 മുതൽ 10 മീറ്റർ വരെ ഉള്ളിലേക്ക് ഇരുമ്പ് കമ്പികൾ അടിച്ചു കയറ്റണം. 10 മീറ്റർ ഉള്ളിലേക്ക് ഇരുമ്പ് കമ്പി കയറിയ സ്ഥലത്തിന്റെ ഉടമയ്ക്ക് ആ സ്ഥലം പിന്നെ എന്തിനാ ഉപയോഗിക്കാൻ പറ്റുക? ആ സ്ഥലം അയാളുടെ പോയി. ഇനി അടുത്ത ഒരു മഴക്കാലത്തും കൂടി ഇത് വരുന്നു. ഇപ്പൊ തന്നെ വടകര ഭാഗത്തുണ്ടായ തകർച്ചയുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ MP, കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ഗഡ്കരിയും അദാനി കമ്പനിയുടെ പ്രതിനിധികളുമായിട്ട് നടത്തിയ ചർച്ചയിൽ വടകര അഴിയൂർ വെങ്ങളം റീച്ച് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് അദാനി കമ്പനിയാണ്. അദാനി കമ്പനി ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് കൂടുതൽ സ്ഥലം ഏറ്റെടുത്ത് തരണം എന്നുള്ളതാണ്. ഈ ഡിമാൻഡ് അടുത്ത വർഷമാകുമ്പോഴത്തേക്കും കൂടുതൽ സ്ഥലം എന്നുള്ള ഡിമാൻഡ് എല്ലാ കരാർ കമ്പനികളും ആവശ്യപ്പെടും. മാത്രമല്ല ഇതിനകത്ത് ഇവർക്ക് കൊടുത്തിരിക്കുന്ന കരാറിൽ ഒരു വ്യവസ്ഥയുണ്ട്. ഈ കൺസെഷൻ എഗ്രിമെന്റ് എന്ന് പറയുന്ന ഈ എഗ്രിമെന്റിലെ 10 അതിന്റെ സബ്സെക്ഷൻ 9(2) പറയുന്നത് കരാർ കമ്പനിക്ക്
റോഡിന്റെ ആവശ്യത്തിന് അല്ലെങ്കിൽ റോഡിൽ കൂടുതൽ ഫെസിലിറ്റീസ് ഏർപ്പെടുത്തണമെന്ന് ബോധ്യമാവുകയാണെങ്കിൽ അതിനുവേണ്ടി അവർക്ക് സ്വന്തം ഉത്തരവാദിത്വത്തിൽ സ്ഥലം ഏറ്റെടുക്കാം. ഇവിടെ ഇപ്പം വെള്ളക്കെട്ടുണ്ടായ സ്ഥലങ്ങൾ മുഴുവൻ ആൾക്കാർ, അതുമാതിരി കുന്നും പുറത്ത് നിൽക്കുന്ന മനുഷ്യന്മാര്, ഇപ്പം കുപ്പ പ്രദേശത്തെല്ലാം വീട് കുന്നും പുറത്തായി പോയത് കൊണ്ട് ഒഴിഞ്ഞു പോകേണ്ടി വന്ന മനുഷ്യരുണ്ട്. ഇത്തരം നിർഭാഗ്യവാന്മാരായ മനുഷ്യരുടെ സ്ഥലങ്ങൾ മുഴുവൻ ഈ വ്യവസ്ഥ ഉപയോഗിച്ചുകൊണ്ട് കരാർ കമ്പനികൾ തന്നെ നേരിട്ട് ഏറ്റെടുക്കാൻ പോവുക. ഇപ്പോഴിവിടെ നടക്കുന്ന ഈ ദേശീയപാത വികസനം എന്ന് പറയുന്നത് ഭാരതമാല പരിയോജന എന്ന് പറയുന്ന പദ്ധതിയുടെ ഫേസ് 1 ആണ്. ഇതിന്റെ ഫേസ് 2 എന്ന് പറയുന്നത് ഈ ദേശീയപാതയോരങ്ങളിൽ ലോജിസ്റ്റിക് പാർക്കുകളാണ്. കളമശ്ശേരിയിൽ അദാനിയുടെ ലോജിസ്റ്റിക് പാർക്ക് വന്നു കഴിഞ്ഞു. ഇനി ലോജിസ്റ്റിക് പാർക്ക് ഈ ദേശീയപാതയോരത്ത് വേണമെന്നുണ്ടെങ്കിൽ സ്ഥലം ആവശ്യമുണ്ട്. ഈ സ്ഥലം ആവശ്യം കേരളത്തിൽ സ്ഥലം വിട്ടുകൊടുക്കൂല എളുപ്പത്തിൽ. വെള്ളം കെട്ടണം, കുന്നിടിയണം, എന്നാൽ മാത്രമേ ആൾക്കാർ സ്ഥലം വിട്ടുകൊടുക്കുള്ളൂ. ആ ഒരു ഏർപ്പാടിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നടപടിയാണോ ഇപ്പോഴുണ്ടായിരിക്കുന്ന തകർച്ച എന്നുള്ളത് നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം IRC എന്ന് പറഞ്ഞ ഇന്ത്യൻ റോഡ് കോൺഗ്രസ് എന്ന് പറഞ്ഞ 1934 സ്ഥാപിതമായതും ഈ റോഡ് നിർമ്മാണ രംഗത്തെ വിദഗ്ധരുടെ ഒരു കൂട്ടായ്മയാണ്. അവരുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഇവിടെ ഈ കുത്തനെ റോഡ് വെട്ടി ഇതാക്കിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഏതാണ്ട് 56 ഡിഗ്രി ചെരിവ് വേണ്ടുന്നതാണ്. ഈ 56 ഡിഗ്രി ചെരുവിന് വേണ്ടിയിട്ട് ഇനി അത്ര കൂടുതൽ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. അപ്പൊ ഇത് ഈ 45 മീറ്ററിനുള്ളിൽ 6 വരി പാത പണിയുക എന്നുള്ള മേനി നടിക്കുക, 5000 കോടി രൂപ നമ്മൾ കൊടുത്തു എന്ന് പറയുന്ന ഈ 5000 കോടി രൂപ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നോ? ഇവിടുത്തെ DPR എങ്കിലും പദ്ധതി രേഖയെങ്കിലും പൊതുമരാമത്ത് വകുപ്പിനെ കാണിക്കാം എന്നുള്ള ഒരു രേഖ കേന്ദ്ര ഗതാഗത വകുപ്പുമായിട്ട് ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നോ? ഇതുവരെ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് ഇതിന്റെ DPR കണ്ടിട്ടുണ്ടോ? കാരണം DPR പൊതുമരാമത്ത് വകുപ്പിന് കൊടുക്കുന്നത് രേഖയല്ല, അത് പ്രൈവറ്റ് കമ്പനികൾ തയ്യാറാക്കുന്നത്. ഇവിടെ ടെൻഡർ വിളിക്കുന്നത് DPR പൂർത്തിയാകുന്നതിന് മുമ്പെയാണ്. ഇവിടുത്തെ ഈ സ്ട്രെച്ചിന്റെ ചെങ്കള മുതൽ മുഴപ്പിലങ്ങാട് വരെയുള്ള 4 സ്ട്രെച്ചിന്റെ ടെൻഡർ വിളിക്കുന്നത് 2019 ഓഗസ്റ്റിലാണ്. പക്ഷേ ഇതിന്റെ DPR സബ്മിറ്റ് ചെയ്യുന്നത് 2020 ഫെബ്രുവരിയിലാണ്. അതായത് വിശദമായ പദ്ധതി രേഖ തയ്യാറാവുന്നതിന് മുന്നേ ടെൻഡർ വിളിക്കുകയാണ്. DPR എന്ന് പറയുന്നത് വെറും ഒരു സങ്കല്പം മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഭൂപ്രകൃതിയുമായിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രാദേശിക സാഹചര്യങ്ങളുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാതെ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക, അതിന്റെ മുകളിൽ പണി ആരംഭിക്കുക. ഇപ്പൊ തന്നെ ഈ അടുത്താണ് എടപ്പള്ളി ജംഗ്ഷനിൽ അപ്പുറം ഇപ്പുറം ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപ്പാത തുറക്കാമെന്ന് ദേശീയപാത അതോറിറ്റി സമ്മതിക്കുന്നത്. ഇതെല്ലാം പണി പൂർത്തിയാകാനാകുന്ന സമയത്താണ് DPRൽ ചേഞ്ചസ് വരുന്നത്. ഇത് ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു അതോറിറ്റിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന സംഗതിയാണ്. ഇനിയിപ്പോ ഈ തകർച്ചകൾ ഉണ്ടായപ്പോ കാലത്ത് മുഴുവൻ നമ്മളോട് സർക്കാരും അധികാരികളും പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ, ഇത് പുനർനിർമ്മിക്കുന്നതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ കരാർ കമ്പനികൾക്കായിരിക്കും, അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കും എന്നെല്ലാമാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ദേശീയപാത പണിതിരിക്കുന്നത് സർക്കാർ കൊടുത്ത അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റി കൊടുത്തിരിക്കുന്ന DPR വെച്ച് കരാർ കമ്പനി പണിയുന്ന ആ DPR സ്പെസിഫിക്കേഷൻസ് അനുസരിച്ചിട്ടല്ല. ഈ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ചിട്ട് അല്ലാതെ പണിയെടുക്കാൻ നിർബന്ധിതമായതുകൊണ്ട് കരാർ കമ്പനിക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ടാവില്ല. കരാർ കമ്പനി ഇനി പ്രൊജക്ടിന്റെ സ്കോപ്പ് മാറണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രൊജക്ടിന്റെ കോസ്റ്റ് വർദ്ധിക്കുകയും കരാർ കമ്പനിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാകുകയും അതിന്റെ ഉത്തരവാദിത്വം വീണ്ടും നമ്മുടെ തലയിലേക്ക് വരികയും ചെയ്യും. വേറൊരു കാര്യം കൂടെയുണ്ട്. ഇപ്പോൾ തന്നെ ഈ ദേശീയപാത പണി തീർത്താൽ ഉടനെ കേരളത്തിലെ ദേശീയപാതയിലെ 3 സ്ട്രെച്ചുകൾ, കേരളത്തിൽ 17 സ്ട്രെച്ചാണ് മൊത്തത്തിലുള്ളത്. ഈ 17ൽ 3 ഇപ്പോൾ തന്നെ വിൽക്കാൻ തീരുമാനമായിരിക്കുകയാണ്. ഇത് വിൽക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന് ടോൾ പിരിവിന് വേണ്ടിയിട്ട് ഒരു കമ്പനീനെ സെലക്ട് ചെയ്യുക, അവർക്കായിരിക്കും 20 മുതൽ 30 വർഷം വരത്തേക്ക് ടോൾ പിരിച്ച് റോഡ് പരിപാലിക്കാൻ ഉള്ള ഉത്തരവാദിത്വം. മറ്റൊന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ രൂപം കൊടുത്ത നാഷണൽ ഹൈവേ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. 2020 രൂപം കൊണ്ട ആ കമ്പനി, അതിനകത്ത് 85% സ്വകാര്യ നിക്ഷേപമാണ്, ബാക്കി 15% സർക്കാരിന്റെയും ദേശീയപാത അതോറിറ്റിയുടെയും നിക്ഷേപ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അതിനകത്തുള്ളൂ.
ഈ കമ്പനി ദേശീയപാതകൾ ഏറ്റെടുക്കുകയാണ്. അവരുടെ 2025 മാർച്ചിൽ അവർ ഇറക്കിയ ഈ പ്രസ് റിലീസ് പ്രകാരം 2060 കിലോമീറ്റർ ദേശീയപാത, 21 സ്ട്രെച്ച് ദേശീയപാതയും 40 ടോൾ ബൂത്തും അവർക്കുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇന്നത്തെ പത്രത്തില് രാജമാർഗ് ഇൻഫ്രാ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കമ്പനിയുടെ പബ്ലിക് ഇഷ്യൂവിന്റെ ഓഫർ ഉണ്ടായിരുന്നു, പരസ്യം. ഈ രാജമാർഗ് ദേശീയപാതയാണ്. ആ ഒരു ട്രസ്റ്റ് നിലനിൽക്കെ തന്നെ മറ്റൊരു പേരിൽ ദേശീയ നാഷണൽ ഹൈവേ എന്നുള്ളതിന്റെ ഹിന്ദി പേര് രാജമാർഗ് എന്ന് മാത്രം വിട്ടുകൊണ്ട് പുതിയ ഹൈവേ, ഇതിനകത്തേക്കും സ്വകാര്യ നിക്ഷേപങ്ങളാണ് വരിക. ഇവരും ദേശീയപാതയാണ് ഏറ്റെടുക്കുക. അവരുടെ ബിസിനസ് അതാണ്, ദേശീയപാത ഏറ്റെടുത്ത് നടത്തുക. അങ്ങനെ ഈ ദേശീയപാതകൾ ഇപ്പം ആക്സസ് കൺട്രോൾഡ് ഹൈവേസ് ആണ്. പിന്നെ ഓരോ വർഷവും ടോൾ പിരിവ്, നേരത്തെ നമ്മളെല്ലാം പറഞ്ഞു കേട്ടിരുന്ന ഒരു സംഗതി, ടോൾ പിരിവ് അതിന്റെ നിർമ്മാണ ചെലവ് ഈടാകുന്നത് വരെ മാത്രമേ ടോൾ പിരിവ് ഉണ്ടാവുള്ളൂ എന്നാണ്. പക്ഷെ ഇപ്പം ടോൾ പിരിവ് അനന്തകാലത്തേക്കാണെന്നുള്ള വിധത്തിൽ നിയമം ഭേദഗതി ചെയ്തു. ടോൾ പിരിവ് നിൽക്കാനേ പോകുന്നില്ല നിർമ്മാണ ചെലവ് പിരിച്ചാലൊന്നും. പകരം ഈ ടോൾ പിരിവിനെ ഒരു വരുമാന മാർഗമായിട്ട് ഹൈവേ അതോറിറ്റി കണക്കുകൂട്ടുന്നു. ഓരോ വർഷവും 4% വീതം ടോൾ നിരക്ക് വർദ്ധിക്കും. അതങ്ങനെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വ്യവസ്ഥകളുടെ എല്ലാം ഭാഗമായിട്ടാണ് ഇങ്ങനെ സ്വകാര്യ കമ്പനികൾ ടോൾ പിരിവ് ഏറ്റെടുക്കുന്നതും ദേശീയപാത ഏറ്റെടുക്കുന്നതും. ഇപ്പൊ ഈ ആക്സസ് കൺട്രോൾഡ് ഹൈവേ ഇപ്പൊ തന്നെ നമുക്കറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേറെ വഴിയൊന്നുമില്ല, സർവീസ് റോഡ് മാത്രമാണ് പൊതുജനങ്ങൾക്കായിട്ട് അവശേഷിക്കുക. ഇപ്പൊ ഇവിടെയുള്ള 45 മീറ്ററിൽ 27 മീറ്റർ കാരിയേജ് വേ, 6 വരിപ്പാത, 2 സൈഡിലുമായിട്ട് 7 മീറ്റർ വീതം 14 മീറ്ററിൽ സർവീസ് റോഡ്. ഈ 7 മീറ്ററിൽ തന്നെ വേണം യൂട്ടിലിറ്റി കോറിഡോർ, ഫുട്പാത്ത്, ഡ്രെയിനേജ് എന്ന് പറയുന്ന ഒരു സംഗതി ഇതിനകത്ത് ഇവരുടെ ഡിസൈനിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇപ്പൊ തന്നെ നമ്മൾ പലപ്പോഴും കാണുന്നത് ദേശീയപാതയിൽ ഷവറിൽ കുളിക്കുന്ന മാതിരി വെള്ളം ഈ ഒഴുകി വരും. ഈ വെള്ളം എങ്ങോട്ടേക്ക് പോകും എന്നുള്ളതിന് ദേശീയപാതയ്ക്ക് ഡ്രെയിനേജ് ഇവരുടെ ഡിസൈനിൽ ഇല്ല. അതപ്പോ യൂട്ടിലിറ്റി കോറിഡോർ പോകേണ്ടി വരും. അപ്പം ഈ 27 മീറ്റർ മുകളിൽ നിൽക്കുന്ന പാതയിലുള്ളതും ഈ താഴെയുള്ള വെള്ളവും ഇതെല്ലാം കൂടെ താഴെ സർവീസ് റോഡിൽ, ഈ സർവീസ് റോഡ് 7 മീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിർമ്മാണം ഏകദേശം പൂർത്തിയായ സ്ഥലങ്ങളിൽ നോക്കിയാൽ അറിയാം, പലയിടത്തും 7 മീറ്റർ വീതിയില്ല. ഈ സർവീസ് റോഡിൽ ബസ് ബേ ഉണ്ടാവില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ബസ് ബേ ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ ബസ്സുകളും നിർത്തുമ്പോൾ അങ്ങനെ ട്രാഫിക് ബ്ലോക്ക് എന്ന് പറയുന്നത് നിത്യസംഭവമായി മാറും. ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് സാധാരണ മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റത്തില്ല. അല്ല എങ്കിൽ ഓരോ 60 കിലോമീറ്ററിലുമുള്ള ടോൾ ബൂത്തുകളിൽ 60 കിലോമീറ്ററാണ് 2 ടോൾ ബൂത്തുകൾ തമ്മിലുള്ള അകലമായിട്ട് ഇവർ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഓരോ 60 കിലോമീറ്ററിലുമുള്ള ടോൾ ബൂത്തുകളിൽ ടോൾ കൊടുത്തിട്ട് പോകേണ്ടി വരും. അങ്ങനെ ദീർഘദൂര യാത്ര ചെയ്യേണ്ട ആൾക്കാർക്ക് മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. ബാക്കി സാധാരണ മനുഷ്യൻ മുഴുവൻ ഈ സർവീസ് റോഡിലെ, ഇടുങ്ങിയ സർവീസ് റോഡിലെ, ഈ സർവീസ് റോഡിന്റെ മെയിൻ്റനൻസിന്റെ കാര്യം മറ്റേ കരാറിൽ ഉണ്ടാവത്തില്ല. കാരിയേജ് വേയുടെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇത് മെയിൻ്റനൻസ് ചെയ്യാത്ത ഈ സംഗതിയായിരിക്കും. ഈ വിധത്തിലൊരു ഇത് ഇവിടുത്തെ കേരള സർക്കാരാണെങ്കിലും ഈ 5000 കോടി രൂപ കൊടുത്തു, നമ്മളാണ് ഇതിന്റെ ഇതാക്കിയെന്ന് മേനിതടിക്കുന്ന പക്ഷം ഒന്ന് ഈ സർവീസ് റോഡിന്റെ കാര്യത്തിൽ എന്താണ്, ഈ സർവീസ് റോഡ് ഈ വിധത്തിലായത് എങ്ങനെയാണെന്നുള്ള ഒരു ചോദ്യം. അല്ലെങ്കിൽ സർവീസ് റോഡ് ഈ 2 വരി പാതയായിട്ടുള്ള സർവീസ് റോഡ് പണിയാനുള്ള ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ടായിരുന്നു ഈ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്ന സമയത്ത്. അത്തരം യാതൊരു വ്യവസ്ഥയും വയ്ക്കാതെ ഇനി നാളെ അവിടെ ഒരു ബോർഡ് വരും, ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്ന്. നമ്മൾ കാവൽക്കാരാ, വെറും കാവൽക്കാര്. ഇവിടെ മാളിൽ കാവൽ നിൽക്കുന്ന ഒരു സാധു മനുഷ്യന് ഇത് മാത്രമേ നമുക്കുള്ളൂ. ഇത് മാത്രമല്ല, ഇതേന്ന് തന്നെ ദേശീയപാതയിൽ നിന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയാണ് വാല്യൂ ക്യാപ്ചർ ഫിനാൻസിങ് എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് നടന്നു കഴിയുമ്പോൾ ആ സ്ഥലത്തിന്റെ വാല്യൂ അഡീഷൻ ഉണ്ടാവും, ആ പ്രദേശത്തിന് വാല്യൂ അഡീഷൻ ഉണ്ടാവും. ആ വാല്യൂ അഡീഷനെ മുതലാക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അതിന്റെ ഒരു പോളിസി ഗൈഡ് ലൈൻസ് 2020 തന്നെ പുറപ്പെടുവിച്ചതാണ്. അതിനകത്ത് കേരള സർക്കാർ ആ കാര്യത്തിൽ കുറെ മുന്നേറിയെന്ന് കേന്ദ്ര സർക്കാരിന്റെ പോളിസി ഡ്രാഫ്റ്റിൽ തന്നെ പറയുന്നുണ്ട്. ആ മുന്നേറ്റം എന്ന് പറയുന്നത് ഇവിടുത്തെ ഭൂപരിഷ്കരണ നിയമം ഭേദഗതി ചെയ്തതാണ്. വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള ഭൂപരിധി എടുത്തു കളഞ്ഞു, ഖനനത്തിന് ഉള്ള ഇത് എടുത്തു കളഞ്ഞു. അങ്ങനെ ഒത്തിരി സംഗതികൾ, നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഭേദഗതി ചെയ്തു. അതെല്ലാം ഈ വാല്യൂ ക്യാപ്ചർ ഫിനാൻസിങ്ങിന്റെ ഭാഗമായിട്ടാണ്.
കാരണം ഇനി ഭൂപരിധി നിയമം ബാധകമല്ലാതെ ഹൈവേയുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടിന്റെ 500 മീറ്റർ മുതൽ 1 കിലോമീറ്റർ വരെയുള്ള റേഡിയസ് ആണ് അതിന്റെ ഇമ്പാക്ട് സോൺ ആയിട്ട് പറയുന്നത്. ഈ ഇമ്പാക്ട് സോണിൽ ടാക്സ് അധികമായിരിക്കും. അങ്ങനത്തെ കുറെ സംഗതികളുണ്ട്. അങ്ങനെ അധികം ടാക്സ് ഈടാക്കിക്കൊണ്ട് സർക്കാരിന് കൂടുതൽ വരുമാനം ഉണ്ടാക്കാമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ആ ഒരു സ്ഥിതി വരുമ്പോഴാണ് ഈ സ്ഥലങ്ങൾ മുഴുവൻ ഈ കോർപ്പറേറ്റുകളുടെ കൈവശത്തിലേക്ക് എത്തിപ്പോകാവുന്ന വിധത്തിലുള്ള ആസൂത്രണങ്ങൾ ഇവിടെ മുൻകൂട്ടി നടക്കുന്നു. ഈ വിധത്തിൽ ഇത് എത്തിക്കഴിയുമ്പോൾ ഈ ഒരു ദേശീയപാതയുടെ 500 മീറ്ററും ഉള്ള ചുറ്റളവ് പോലും സാധാരണ ജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത വേറൊരു റിപ്പബ്ലിക്കായി മാറാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ കാവൽക്കാരായിട്ട് അതിന്റെ വാതക്കൽ അപ്പോഴും നോക്കി നിൽക്കുന്നുണ്ടാവും. അയ്യങ്കാളി പൊതു റോഡിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് ഉള്ള അവകാശം സ്ഥാപിക്കാൻ വേണ്ടി വില്ലുവണ്ടിയിൽ ഒരു യാത്ര നടത്തേണ്ടി വന്നു. അങ്ങനെ ഒരു വില്ലുവണ്ടി യാത്രയെങ്കിലും നടത്തിയിട്ട് ഈ ദേശീയ ആക്സസ് കൺട്രോൾ ഹൈവേ ആണ്. ഒരു മനുഷ്യന് വേറൊരാൾക്ക് പ്രവേശനമില്ല. ഈ ഹൈവേയിൽ ശ്രദ്ധിക്കുക, ഇതിനകത്ത് 6 വരി പാതയ്ക്ക് മീഡിയന്റെ വീതി എത്രയാണ്? 5 മീറ്റർ വീതി സ്റ്റാൻഡേർഡ് ആണ്. ഇവിടെ മീഡിയൻ എന്ന് പറയുന്നത് ഒരു 2 കട്ടയുടെ വലിപ്പം. ആ ഒരു മീഡിയനാണ് ഇതിനുണ്ടാവുക. ഈ വിധത്തിൽ കോർപ്പറേറ്റുകൾക്ക് ആവശ്യമായ കൊള്ള നടത്താൻ വേണ്ടി എല്ലാ പാരിസ്ഥിതിക നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഇവിടെ ഇതിന് പാരിസ്ഥിതിക അനുമതി വേണ്ട എന്നുള്ളത്, ഇതിന് പാരിസ്ഥിതിക അനുമതി എടുത്തിട്ടില്ല, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഒന്ന് ഇതിന്റെ മര്യാദക്കുള്ള ഇക്കോളജിക്കലും ഹൈഡ്രോളജിക്കലുമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കീഴാറ്റൂർ സമരസമിതി ഹൈക്കോടതിയെ സമീപിച്ചതാണ്. അന്ന് ഹൈക്കോടതി പറഞ്ഞ് വികസനത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി ഉള്ള നടപടികൾ കോടതിക്ക് കൂട്ടുനിൽക്കാൻ പറ്റത്തില്ല. മാത്രവുമല്ല, പാരിസ്ഥിതിക അനുമതി സംബന്ധിച്ചുള്ള പ്രൊസീജിയർ കംപ്ലീറ്റ് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതിനകത്ത് ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. ഇവിടെ എല്ലാം ഭൂമി ഏറ്റെടുക്കൽ നടന്നത് 2016 കാലഘട്ടത്തിലാണ്. 2016 അതിന്റെ നോട്ടിഫിക്കേഷൻ ആദ്യം വരുന്നത്. 2013 ശേഷമുള്ള ഭൂമി ഏറ്റെടുക്കലുകൾ മുഴുവൻ ഫെയർ കോമ്പൻസേഷൻ ആക്ടിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. അതുപ്രകാരം ഏറ്റെടുക്കപ്പെടുന്ന ഭൂമിയും അതിന്റെ പരിസരത്തുമുള്ള ആൾക്കാരുടെ സാമൂഹ്യ ആഘാത പഠനം നടത്തിയിരിക്കണം. ഈ സാമൂഹ്യ ആഘാത പഠന റിപ്പോർട്ട് ഓരോ പഞ്ചായത്തുകളിലും ഓരോ ഗ്രാമസഭകളിലും ഓരോ വാർഡ് സഭകളിലും ചർച്ച ചെയ്യണമെന്ന് ആ നിയമം വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഏതെങ്കിലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റെങ്കിലും അങ്ങനത്തെ, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഈ ഒരു സാമൂഹ്യ ആഘാത പഠന റിപ്പോർട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു പഠനം നടന്നിട്ടില്ല. ഇവിടെ ദേശീയപാതയ്ക്ക് വേണ്ടി കേരളത്തിൽ അത് നടന്നിട്ടില്ല. കേരളത്തിന് വേണ്ടിയിട്ട് സാമൂഹ്യാഘാത പഠനം നടന്നിട്ടില്ല. ഇത് മുഴുവൻ ജനങ്ങളുമായിട്ട് ചർച്ച ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അതിന് പകരം ആ വിധത്തിലുള്ള അങ്ങനത്തെ യാതൊരുവിധ പഠനങ്ങളും നടത്താതെ ഏതെങ്കിലുമൊക്കെ കൺസൾട്ടൻസി കമ്പനികൾ ഇവിടെ കരാർ എടുത്തിരിക്കുന്ന ഇതിന്റെ ദേശീയപാതയുടെ വെങ്ങളം വരെയുള്ള സെക്ഷന്റെ ഫീസിബിലിറ്റി സ്റ്റഡിയും DPR തയ്യാറാക്കുന്നതിനും വേണ്ടിയിട്ട് ഏൽപ്പിച്ച കരാർ കമ്പനിയായിരുന്നു എയ്കോം എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര ഇതുള്ള കൺസൾട്ടൻസി കമ്പനി. ഈ കൺസൾട്ടൻസി കമ്പനിയാണ് നിക്കോബാർ പ്രൊജക്ടിന്റെ പ്രൊജക്ട് കൺസൾട്ടൻസി. നാവികസേനയുടെ കാർവാറിലുള്ള സീബേഡ് എന്ന് പറയുന്ന പ്രൊജക്ടിന്റെ പ്രൊജക്ട് കൺസൾട്ടൻസി ഇത് ഈ എയ്കോം എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയാണ്. പക്ഷേ ഈ നിക്കോബാർ പ്രൊജക്ടിന്റെയോ കാർവാറിലെ സീബേഡ് പ്രൊജക്ടിന്റെയോ ഏതെങ്കിലും ഒരു വിവരം നിങ്ങൾ വിവരാവകാശം വെച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന മറുപടി രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാരണങ്ങളാൽ തരാൻ പറ്റത്തില്ല. പക്ഷെ അതൊരു അമേരിക്കൻ കമ്പനിക്ക് അതിന്റെ പ്രൊജക്ട് മാനേജ് ചെയ്യാം. നമ്മൾ ഒരു വിവരം ചോദിച്ചാൽ നമ്മളാണ് രാജ്യദ്രോഹി. 2016 ചാർധാം പ്രൊജക്ട് തറക്കല്ലിട്ടുകൊണ്ട് അന്ന് നരേന്ദ്രമോദി പറഞ്ഞിരുന്നത് 2013 കേദാർനാഥ് ദുരന്തത്തിൽ മരണപ്പെട്ട 5000 പേർക്ക് വേണ്ടി ഈ റോഡ് സമർപ്പിക്കുന്നു എന്നാണ്. കാരണം അന്ന് മതിയായ ഗതാഗത സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് പോലും ജനങ്ങളെ രക്ഷിക്കാൻ പറ്റാതെ പോയത്. പക്ഷെ അതിനെതിരെ കോടതിയിൽ കേസ് വന്നു. കോടതിയിൽ കേസ് വന്നിട്ട് ആർമിക്ക് വേണ്ടിയാണ് ആദ്യം വാദം ഉന്നയിച്ചു. ഗ്രീൻ ട്രിബ്യൂണല് ഇതിൽ ചോദ്യം വന്നു. അവർ ഇത് പരിശോധിക്കാൻ വേണ്ടി ഒരു പരിസ്ഥിതി കമ്മിറ്റിയെ നിയമിച്ചു. ഈ കമ്മിറ്റി എല്ലാം നിലവിലോ നിൽക്കത്തന്നെ ആർമി ചീഫ്, അന്നത്തെ ആർമി ചീഫ് പറഞ്ഞു 5.5 മീറ്റർ റോഡ് മതി നമുക്ക്, ആർമിയുടെ ഡിഫൻസ് ആവശ്യങ്ങൾക്ക് 5.5 മീറ്റർ ആവശ്യം മതി. പക്ഷേ സർക്കാർ വിട്ടില്ല. സർക്കാർ സുപ്രീം കോടതിയിൽ പോയി 10 മീറ്റർ വീതിയിൽ പേവിഡ്
സർഫസ് ഉള്ള റോഡിന് ആക്കി 2 ലൈൻ ഡബിൾ ലൈൻ ഇതാക്കി. ഈ റോഡ് കൊണ്ടാണ് കഴിഞ്ഞ വർഷം ധാരാളി എന്ന് പറയുന്ന സ്ഥലത്ത് ഉത്തരാഖണ്ഡിൽ പ്രളയമുണ്ടായതും ആൾക്കാർ മരണപ്പെട്ടതും. കേദാർനാഥിലെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ചാർധാം പ്രൊജക്ട് കൊണ്ട് ആണ് ഹിമാലയത്തിലെ പരിസ്ഥിതിക്ക് ഏറ്റവും കൂടുതൽ ദോഷങ്ങൾ സംഭവിക്കുന്നത്. ആ പ്രൊജക്ടിന് അനുമതി കൊടുത്തത് സുപ്രീം കോടതിയാണ്. അതുകൊണ്ട് ഇതേ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള 3 ജസ്റ്റിസുമാരാണ് കഴിഞ്ഞ ഫെബ്രുവരി 27-ന് ചാർട്ടർ ചെയ്ത ഗുജറാത്ത് സർക്കാർ ചാർട്ടർ ചെയ്ത വിമാനത്തിൽ അഹമ്മദാബാദിലേക്ക് പറഞ്ഞത്. അവ എല്ലാ അനുമതികളും എല്ലാ കോടതികളുടെ സംഗതികളും കിട്ടും. അതിന് പക്ഷേ പ്രൊജക്ടിന് അപ്ലൈ ചെയ്യുന്നവരോ അങ്ങനെയുള്ളവരോ ഇതേ എയ്കോം കമ്പനിക്കെതിരെ അമേരിക്കയിൽ ഇറാഖിന്റെ പുനർനിർമ്മാണത്തിന്റെ പ്രൊജക്ടുകളും ഈ കമ്പനി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ സർക്കാർ വിലക്കിയിട്ടുള്ളതാണ്. ഇവിടെ കരാർ ഏറ്റെടുത്ത 2013 തലപ്പാടി മുതൽ വെങ്കളം വരെ 4 വരിയാക്കാനുള്ള ഒരു ടെൻഡർ ഉണ്ടാവുകയും ആ ടെൻഡർ ട്രാൻസ്ട്രോയി എന്ന് പറയുന്ന ഒരു ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി എടുക്കുകയും ചെയ്തതാണ്. ആ കമ്പനി അന്ന് അതിന്റെ സൂപ്പർവിഷൻ കരാർ CDM സ്മിത്ത് എന്ന് പറയുന്ന കമ്പനിക്കായിരുന്നു. ഈ ട്രാൻസ്ട്രോയി എന്ന് പറയുന്ന കമ്പനി പിന്നെ പണി ചെയ്തിട്ടില്ല. പക്ഷേ ഒത്തിരി അവരായിരുന്നു പോളാവരം എന്ന് പറയുന്ന വലിയ ഒരു ഡാം പ്രൊജക്ടിന്റെയും കരാറുകാര്. ഇത്തരം ഒത്തിരി പ്രൊജക്ടുകളുടെ പേര് പറഞ്ഞ് ബാങ്കുകളിൽ നിന്ന് മുഴുവൻ കടമെടുത്ത് ഇപ്പം അവർ ലിക്വിഡേഷൻ നേരിടുകയാണ്. 8217 കോടി രൂപയാണ് ട്രാൻസ്ട്രോയിയുടെ ബാങ്കുകൾക്കുള്ള കിട്ടാക്കടം. ഇതേപോലെ തന്നെ 2008 ഓർമ്മയുണ്ടാവും, യമുന എക്സ്പ്രസ് ഹൈവേക്ക് വേണ്ടി നടന്ന സ്ഥലമേറ്റെടുപ്പിനെ സംബന്ധിച്ച് പ്രക്ഷോഭത്തില് പോലീസ് വെടിവെപ്പിൽ 8 പേർ കൊല്ലപ്പെട്ടതാണ്. അന്ന് ആ എക്സ്പ്രസ് ഹൈവേക്ക് വേണ്ടിയിട്ട് ഏറ്റെടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ 12 വരി പാതയ്ക്ക് 100 മീറ്റർ വീതിയിൽ സ്ഥലം ഏറ്റെടുത്തത് കൂടാതെ 2470 ഹെക്ടർ സ്ഥലം വേറെ റിയൽ എസ്റ്റേറ്റ് വികസനത്തിന് വേണ്ടിയിട്ടും കൂടി ഏറ്റെടുത്തിരുന്നു. ആ സ്ഥലത്താണ് ആ കരാർ കമ്പനി ആയിരുന്നു. അന്നത്തെ കരാർ കമ്പനി JP ഇൻഫ്രാടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയായിരുന്നു. ഈ JP ഇൻഫ്രാടെക് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ബുദ്ധ റേസിംഗ് സർക്യൂട്ട് എന്ന് പറയുന്ന കാറോട്ട മത്സരവേദി സ്ഥാപിച്ചത്. അവിടെ ഇപ്പോഴും പണി പൂർത്തിയാക്കാത്ത JP വിഷ് ടൗൺ എന്ന് പറയുന്ന നോയിഡയിലുള്ള ഒരു ടൗൺഷിപ്പ് പ്രൊജക്റ്റുമുണ്ട്. ഈ JP ഇൻഫ്രാടെക്കും ഇതേമാതിരി ലിക്വിഡേഷനിലാവുകയും ഇപ്പോഴും അവിടെ ഭൂമി ഏറ്റെടുക്കപ്പെട്ട കർഷകർക്ക് നഷ്ടപരിഹാരം ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇവരുടെ ഈ കമ്പനിയെ JP ഇൻഫ്രാടെക്കിനെ ഏറ്റെടുക്കാൻ ഇപ്പം അദാനി, വേദാന്ത മുതലായ കമ്പനികൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ കമ്പനികളോട് സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഏറ്റവും ആദ്യം കൊടുത്തു തീർക്കേണ്ടത് കർഷകരുടെ കോമ്പൻസേഷനാണ്. 2008 ഭൂമി ഏറ്റെടുത്തിട്ട് ഇനിയും കോമ്പൻസേഷൻ കിട്ടാത്ത ആൾക്കാർ. ഈ JP ഇൻഫ്രാടെക് ലിക്വിഡേഷൻ ആയതോടുകൂടിയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഫിനാൻസ് ചെയ്തിരുന്ന IDBI എന്ന് പറയുന്ന ബാങ്ക് തന്നെ തകർച്ച നേരിട്ടത്. ആ ബാങ്ക് ഇപ്പം LICയുടെ ഇതിലാണ്. ഇതേപോലെ തന്നെയാണ് ഈ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ PPP പ്രൊജക്ട് മധ്യപ്രദേശില് റൌ പീതാംപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആ പണിയുടെ അതിനെ സംബന്ധിച്ച കേസ് ഇനിയും തീർന്നിട്ടില്ല. അതിന്റെ കരാർ ഏറ്റെടുത്തിരുന്നത് ആ കമ്പനി പൊളിഞ്ഞുപോയി. നമുക്കറിയാം, ഇൻഫ്രാസ്ട്രക്ചർ ലീസിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് IL&FS എന്ന് പറയുന്ന കമ്പനി 2018 ആ കമ്പനി പൊളിഞ്ഞു. 80,000 കോടി രൂപയാണ് നഷ്ടം. ഈ വിധത്തിൽ കോർപ്പറേറ്റ് കൊള്ളയ്ക്ക് വേണ്ടിയിട്ട് ദേശീയപാത ദേശീയ സമ്പത്തിനെ അസറ്റ് മോണിറ്റൈസേഷൻ എന്നാണ് ഇവർ പറയുക. ഈ അസറ്റിനെ മുഴുവൻ മോണിറ്റൈസ് ചെയ്തുകൊണ്ട് അവസാനം നമ്മളെ കൂടെ മാത്രമേ ഇനി മോണിറ്റൈസ് ചെയ്യേണ്ടത് ബാക്കിയുള്ളൂ എന്നുള്ള ഒരു സ്ഥിതിയിലാണുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഇത്തരം സംഗതികൾക്കെതിരെ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായി വരണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി. കേരളത്തിൽ ഈ ദേശീയപാത എക്സ്പാൻഷൻ പ്രോജക്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ എക്സ്പ്രസ് ഹൈവേ എന്ന രൂപത്തിൽ മറ്റൊരു പാതയ്ക്ക് വേണ്ടിയുള്ള പദ്ധതി ഉണ്ടായിരുന്നു. ഈ ദേശീയപാത വൈഡനിങ് പ്രോജക്റ്റ് വരുന്ന സമയത്ത് അതിന്റെ സ്ഥലമേറ്റെടുക്കലിനെതിരെ വലിയ സമരങ്ങൾ ഉണ്ടായിരുന്നു. പാലിയേക്കരയിൽ ആദ്യമായ ടോൾ പ്ലാസ വന്ന കാലത്ത് വലിയ സമരങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം സമരങ്ങളുടെയൊക്കെ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ആസാദ്, അദ്ദേഹം അക്കാലം മുതൽ എഴുതിയ നിരവധി ദേശീയപാത വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലേഖനങ്ങൾ സമാഹരിച്ച് ചതിയുടെ ചുങ്കപ്പാതകൾ എന്നൊരു പുസ്തകം അടുത്തിടയ്ക്ക് പുറത്തിറങ്ങിയുണ്ടായി. ദീർഘകാലമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ആസാദിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒരുപക്ഷെ വളരെ നേരത്തെ 1990-കളിലാണ് ഇന്ത്യയിലെ
ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി ദേശീയപാതകൾ പുതിയ മട്ട് വികസിപ്പിക്കാനുള്ള ഒരു ആവശ്യം ഉയർന്നു വരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു ആദ്യം സുവർണ ചതുഷ്കോണം എന്ന് പറയുന്ന ഈ ദേശീയപാത 7000 കിലോമീറ്ററൊക്കെയാണ് ദേശീയപാതയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുണ്ട്, സിൽച്ചാർ മുതൽ സൗരാഷ്ട്രം വരെയും ഉള്ള ദീർഘമായ ഒരു പാതയാണ്. ആ പാതയിൽ ദൗർഭാഗ്യവശാൽ കേരളം ഉൾപ്പെട്ടില്ല. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പോകുന്ന ഒരു പാതയിലെ കേരളം ഉൾപ്പെടുന്നില്ല എന്നുള്ളത്, കേരളത്തിലൂടെ വഴിയില്ല എന്നുള്ളത് അന്ന് ശ്രദ്ധിക്കപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്, വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് കേരളത്തിന് പ്രത്യേക പാത വേണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത്. അങ്ങനെ അത് ദീർഘമായി ചർച്ചകൾ നടന്നു, നിരവധി സമരങ്ങൾ നടന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. അതൊന്നും ഉണ്ടാവാത്തതിൻ്റെ ഭാഗമായിട്ടാണ് 98 ലാസ്റ്റിൽ ഏറെക്കുറെ നയനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയും അതിൻ്റെ പഠനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ആ പാത സംബന്ധിച്ച്, എക്സ്പ്രസ് ഹൈവേ സംബന്ധിച്ച് ഒരു ഡിസൈൻ തയ്യാറാക്കുന്നത് തുടർന്ന് വന്ന 2001 എ കെ ആന്റണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എം കെ മുനീർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ്. ആ സമയത്താണ് എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്നത് 100 മീറ്റർ വീതിയിൽ ഒരു റോഡാണ്. അത് റോഡ് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് വാതക പൈപ്പ് ലൈൻ പോവാം, റെയിൽവേ ലൈൻ പോവാം, വ്യത്യസ്തമായ വാഹനങ്ങൾക്ക് പോകാൻ വ്യത്യസ്തമായ പാതകൾ എന്ന രീതിയിൽ തന്നെ ആലോചിച്ചിരുന്ന 2500 കോടി രൂപ കെട്ടിടം നടക്കുമായിരുന്ന 10,000-ൽ താഴെ മാത്രം കെട്ടിടങ്ങൾ ഒഴിവാക്കേണ്ടി വരുന്ന ഒരു പാതയായിരുന്നു അന്ന് വിഭാവനം ചെയ്തത്. അതിന് നമ്മൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, അത് 7 മീറ്റർ ഉയരത്തിൽ പോകുന്ന ഈ പറഞ്ഞ നീരൊഴുക്കുകൾ തടസ്സപ്പെടുത്തുന്ന, ആളുകളുടെ സഞ്ചാരത്തെ പരിമിതപ്പെടുത്തുന്ന ഒരുപാട് പരിമിതികൾ അതിനുണ്ട് എന്നുള്ളതായിരുന്നു. മാത്രമല്ല കേരളത്തെ പോലൊരു സ്ഥലത്ത് ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ പ്രശ്നം ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മളതിനെ അതിരൂക്ഷമായി എതിർക്കുകയും ആ പാത വരാതാവുകയും ചെയ്തു. 2006 അത് അവസാനിപ്പിച്ചു. അന്ന് ടി യു കുരുവിള പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന സമയത്ത് നിയമസഭയിൽ അദ്ദേഹം ആ പാത ഔപചാരികമായി അത് അവസാനിപ്പിച്ചതായിട്ട് തന്നെ പറയുന്നുണ്ട്. അത് അവസാനിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ വേണ്ടിയിരുന്നത് അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ തരം പരിമിതികളാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്, അത് എന്ത് പരിഹാരമുണ്ട് എന്ന രീതിയിലുള്ള ഒരു ആലോചന ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോയില്ല. അതിന്റെ ഭാഗമായി തുടർ പ്രവർത്തനം എങ്ങനെയാണ് ഈ പരിമിതികൾ പരിഹരിച്ചുകൊണ്ട് എങ്ങനെ പ്രത്യേക പാത സാധ്യമാണ് എന്ന് ഗവൺമെന്റ് ആലോചിക്കുകയുണ്ടായില്ല. ഒരൊറ്റ പാത എന്നുള്ളതിന് പകരം പല പാതകൾ എന്ന ആശയത്തിലേക്ക് അത് വളരെ പെട്ടെന്ന് മാറിപ്പോകുന്നത് നമ്മൾ കാണുന്നു. പല പാതകൾ, അത് തീരദേശ പാതയുണ്ട്, മലയോര പാതയുണ്ട്, വാതക പൈപ്പ് ലൈന് വേറെ വഴി, റെയിൽവേ ലൈൻ വേറെ വഴി, റോഡ് വേറെ. അതായത് 100 മീറ്ററിൽ ഭൂമി ഏറ്റെടുത്ത് പ്രത്യേക പാത ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുമായിരുന്നതിലധികം ധനച്ചെലവും കുടിയൊഴിപ്പിക്കലുകളും എല്ലാം വരുന്ന, എല്ലാ തരത്തിലും തടസ്സങ്ങൾ വരുന്ന, പാരിസ്ഥിതിക ആഘാതം വരുന്ന, സാമൂഹിക ആഘാതം വരുന്ന രീതിയിൽ അതങ്ങ് പല രീതിയിൽ ചെതറപ്പെട്ടു. അങ്ങ് ചെതറിക്കുന്നതിൽ താല്പര്യം ഒരുപക്ഷെ അതിൽ മൂലധനം നിക്ഷേപിക്കുന്നവർക്ക്, അതിൻ്റെ പണം മുടക്കുന്നവർക്ക്, അത് കച്ചവടത്തിന് വിനിയോഗിക്കുന്നവർക്ക് അത് ലാഭകരമായിരിക്കാം. ഇപ്പൊ എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്ന പാത നമ്മൾ വിഭാവനം ചെയ്യുന്ന സമയത്ത് വാസ്തവത്തിൽ നിലവിലുള്ള ഹൈവേ, നിലവിലുള്ള ദേശീയപാത അവിടെ നിലനിൽക്കുമായിരുന്നു. ദേശീയപാതയ്ക്ക് ഒരു കേടും വരുമായിരുന്നില്ല. നമുക്ക് എല്ലാവർക്കും സഞ്ചരിക്കാൻ കഴിയുന്ന, നമ്മുടെ പൂർവികർ തലമുറകൾ ഉണ്ടാക്കിയിട്ടുള്ള ആ പാത അവിടെ നിലനിൽക്കുമായിരുന്നു. ആ പാതയ്ക്ക് നേരത്തെ നോബൽ സംസാരിച്ച പോലെ അയ്യങ്കാളിയുടെ സമരം മാത്രമല്ല, എത്രയോ അത്തരത്തിലുള്ള വളരെ മഹത്തായ വൈക്കം സത്യാഗ്രഹത്തെ പറ്റിയൊക്കെ നമ്മൾ പറയും. അതൊക്കെ പൊതുവഴികളിൽ നടക്കാൻ വേണ്ടിയായിരുന്നു, ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയുള്ളതായിരുന്നില്ല. പൊതുവഴി നടക്കാൻ വേണ്ടി നടത്തിയ, പൊതുവഴിയിൽ എല്ലാവർക്കും സ്വതന്ത്രവും സൗജന്യവും ആയ ഒരു യാത്ര ഉറപ്പുവരുത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പാത സങ്കല്പവും നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളതും നമ്മൾ സാധിച്ചിട്ടുണ്ട്, നേടിയെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ആ ദേശീയപാതയാണ് നമ്മളിപ്പോ നഷ്ടപ്പെടുത്തിയത്. ഇപ്പൊ ആ ദേശീയപാത മുഴുവൻ ജനങ്ങളുടേതല്ല. എക്സ്പ്രസ് ഹൈവേ അന്ന് വിഭാവനം ചെയ്ത സമയത്ത് ഈ ദേശീയപാത മുഴുവൻ ജനങ്ങൾക്കും ഉപയോഗിക്കാൻ പാകത്തിൽ വേറെ കിട്ടുമായിരുന്നു.
അങ്ങനെ മുനീറിന്റെ പിന്നെ അവതരിപ്പിക്കുന്ന ഡിസൈൻ വേറൊരു എക്സ്പ്രസ് ഹൈവേ പറയുമ്പോൾ തന്നെ ഇപ്പുറത്ത് നമ്മൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയപാത പഴയ NH-17 ആണെങ്കിലും ഒക്കെ 45 ആണെങ്കിലും ഒക്കെ അവിടെ നിൽക്കുമായിരുന്നു. പക്ഷെ അത് തകർത്തുകൊണ്ട് അതിലൂടെ ആളുകൾ സഞ്ചരിച്ചാൽ ഒരു പ്രശ്നമുണ്ട്. അതിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഇതൊരു ബിസിനസ് എന്ന അർത്ഥത്തിൽ, സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന അർത്ഥത്തിൽ, ഒരു കച്ചവട കേന്ദ്രം എന്ന അർത്ഥത്തിലേക്ക് ദേശീയപാതയെ മാറ്റാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് വാസ്തവത്തിൽ അവർ ചെയ്യുന്നത് നിലവിലുള്ള പാത ജനങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇത് ജനങ്ങളിൽ നിന്നൊരു പാത അവരുടെ പൂർവികർ പൊരുതി നേടിയ, ത്യാഗം സഹിച്ച് നിർമ്മിച്ച, ചോരയും നീരുമൊഴുക്കിയും ഉണ്ടാക്കിയ, എല്ലാവർക്കും സഞ്ചാരയോഗ്യമായ ഒരു പാത പിടിച്ചെടുക്കുകയും അത് കോർപ്പറേറ്റുകളുടേതാക്കി തീർക്കുകയും ചെയ്തു എന്നുള്ളതാണ് സംഭവിച്ച ഒരു കാര്യം. ഞാൻ അതിന്റെ ചരിത്രത്തിലേക്ക് ഇനി പോകുന്നില്ല. മറിച്ച് ഇപ്പം മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയൊക്കെ പറയുന്നത് ഞങ്ങൾ വന്നില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ പാത ഉണ്ടാവുമായിരുന്നില്ല, അടച്ചുകെട്ടിപ്പോയതാണ് മുൻ ഗവൺമെന്റിന്റെ കാലത്ത് എന്ന് വളരെ ലളിതമായിട്ട് പറയും. വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? വാസ്തവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പ്രസ് ഹൈവേ കഴിഞ്ഞിട്ട് പുതിയ പാതയെ പറ്റിയുള്ള സങ്കല്പം വരുമ്പോൾ ഒരുപക്ഷെ പിന്നെ VS ഗവൺമെന്റിന്റെ കാലത്ത് എക്സ്പ്രസ് ഹൈവേയെ പറ്റിയുള്ള ആശയം വരുന്നു. തുടർന്ന് പിന്നെ അതിന് ഡിസൈൻ ഉണ്ടാവുന്നു. അത് കഴിഞ്ഞത് അവസാനിപ്പിക്കുന്നതിനൊരു കഥയുണ്ട്. അത് അവസാനിപ്പിച്ചിട്ട് ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് ഭരണകക്ഷിയുടെ സെക്രട്ടറിയാണ്. ആ സമയത്താണ് പിന്നെ ദേശീയപാത വികസനത്തിനെ സംബന്ധിച്ച് PPP അടിസ്ഥാനത്തിൽ ദേശീയപാത സ്വകാര്യ കമ്പനി കോർപ്പറേറ്റുകളുമായി യോജിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് എങ്ങനെ ദേശീയപാത നവീകരണത്തെ പറ്റി ആലോചിക്കാമെന്നുള്ള കാര്യം വരുന്നത്. അത് വരുന്ന സമയത്ത് തന്നെ അതിൽ ഒരുപാട് 2000 തുടക്കത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നുണ്ട്. ഈ ദേശീയപാത ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. VS അച്യുതാനന്ദൻ തന്നെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഈ ചർച്ചകൾക്കൊക്കെ ചെവി കൊടുത്തിരുന്നു. നമ്മുടെ നാട്ടില് പിന്നെ കേരളീയം പോലെയുള്ള പ്രസാധകരുണ്ടായിരുന്നു, സാമൂഹ്യ പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു, ദേശീയപാത സംരക്ഷണ സമിതി എന്ന് പറയുന്ന സമിതിയുണ്ട്, ദേശീയപാത പിന്നെ വിക്ടിംസ് സംഘടന എന്ന് പറയുന്ന സംഘടനയുണ്ട്, സ്വകാര്യവൽക്കരണത്തിനും കുടിയൊഴിപ്പിക്കലിനും എതിരായ സംഘടന എന്ന് പറയുന്ന സംഘടനയുണ്ട്, സോൾഡാറ്റ് പോലുള്ള സംഘടനയുണ്ട്, പലവിധ സംഘടനകളുണ്ടായിരുന്നു. ഈ സംഘടനകളൊക്കെ പറഞ്ഞ പ്രധാന ആശയം ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു പൊതുസമൂഹത്തിനകത്ത്. ഈ ചർച്ചയുടെ ഭാഗമായിട്ട് സമരസമിതികളെ വിളിച്ചിരുത്തി ചർച്ച ചെയ്തിരുന്നു. ആ ചർച്ചയുടെ ഭാഗമായിട്ട് കേരളത്തിൽ ടോൾ പാതകൾ പറ്റില്ല എന്നൊരു പൊതു തീരുമാനത്തിലേക്ക് എത്തി. ടോൾ പാതകളുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ സാധ്യമല്ല. മാത്രമല്ല 45 മീറ്റർ വീതിയിൽ ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് വലിയൊരു സ്ട്രെച്ചിൽ നേരത്തെ 30-35 വർഷം മുമ്പ് 30 മീറ്ററിൽ ഏറ്റെടുക്കാൻ വേണ്ടി പിറകോട്ട് മാറ്റി താമസിപ്പിച്ച ആളുകളെ വീണ്ടും ഒരേ പാതയ്ക്ക് വേണ്ടി വീണ്ടും കുടിയിറക്കേണ്ട അവസ്ഥ കൂടി ഉണ്ട് എന്നൊക്കെ അന്ന് ചർച്ച ചെയ്തു. ഇതിനൊക്കെ ഭാഗമായിട്ട് കഴക്കൂട്ടം കളയിക്കാവിള റോഡിന്റെ മാതൃകയിലേക്ക് ഒരു റോഡിനെ പറ്റി ചർച്ചയും ആരംഭിച്ചു. അത് പിന്നീടാണ് ചർച്ച ആരംഭിച്ചത്. ഇതിന്റെ ആദ്യ ചർച്ചഘട്ടത്തിൽ VS അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് എടുത്തൊരു തീരുമാനം പിന്നെ 30 മീറ്ററിൽ സൗജന്യമായി ഈ ദേശീയപാത വേണം എന്ന ആശയം, ടോൾ പാത നമുക്ക് വേണ്ട എന്ന കാര്യം കേന്ദ്രത്തിൽ പോയി അറിയിക്കുന്നു, കേന്ദ്രത്തിന് നിവേദനം കൊടുക്കുന്നു. പക്ഷെ തിരിച്ചു വരുന്നതിന് മുമ്പ് ഇവിടെ വലിയ ചർച്ച വന്നു. അത് മാറ്റിമറിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളുണ്ടായി. അതെന്താണ് എന്ന് രമേശ് ചെന്നിത്തല പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയത് പത്രങ്ങളിൽ അക്കാലത്ത് കുറച്ചു കാലം മുമ്പ് വന്നു. അത് മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ് AKG സെന്ററിൽ നിന്നാണ് ആദ്യം, സംസ്ഥാന സെക്രട്ടറിയാണ് നേരിട്ട് വിളിച്ചു പറയുന്നത്. രമേശ് ചെന്നിത്തലയായിട്ട് സംസാരിക്കുന്നു. രമേശ് ചെന്നിത്തലയ്ക്കും അത് ശരിയാണല്ലോ എന്ന് തോന്നുന്നു. ഇവിടെ വരേണ്ടത് PPP മാതൃകയിലുള്ള റോഡാണ്, അല്ലാതെ ഈ 30 മീറ്ററിൽ 6 വരിപ്പാത എന്ന് പറയുന്ന സങ്കല്പം ഇവിടെ യോജിച്ചതല്ല എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ 30 മീറ്ററിൽ 6 വരിപ്പാത ചർച്ച ചെയ്യുന്ന സമയത്ത് പിന്നീട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അതിനൊരു പ്രോജക്റ്റ് തന്നെ തയ്യാറാക്കുന്നുണ്ട് 2014 കാലത്ത്. ആ സമയത്ത് പാത ഞാൻ നേരത്തെ പറഞ്ഞ കഴക്കൂട്ടം കളയിക്കാവുള്ള റോഡിലെ മാതൃകയിൽ ഉണ്ടാക്കുകയും നടുക്ക് 4 മീറ്റർ 4 വര പാത ആദ്യം ഉണ്ടാക്കുക, നടുക്ക് 4 മീറ്റർ മീഡിയൻ ഉണ്ടാവുന്നു. എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മീഡിയനിൽ പിന്നെ കാലുകൾ വെച്ചുകൊണ്ടുള്ള ഒരു എലിവേറ്റഡ് പാതയെക്കുറിച്ചുള്ള ഒരു ആലോചനയ്ക്ക് കൂടി സാധ്യതകൾ തുറന്നു വെക്കുന്ന രീതിയിലുള്ള ഒരു പാതാ സങ്കല്പമാണ് ഉണ്ടായിരുന്നത്. ആ പാതയ്ക്ക് പിന്നെ ആരുടെയെങ്കിലും സ്വകാര്യ ഏജൻസികളുടെ ഫണ്ട് ഉപയോഗിക്കേണ്ട, നിലവിൽ ഗവൺമെന്റ് ആ ഫണ്ട് കണ്ടെത്തും, അത് കോപ്പറേറ്റീവ് ബാങ്കുകളിലാവാം, പല രീതിയിലാവാം, അങ്ങനെ ഒരു സങ്കല്പം അത് ചർച്ച ചെയ്യേണ്ട ആ സമയത്ത്. ഇവിടെ ഇപ്പൊ ഗവൺമെന്റ് പറയുന്നത് ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്തില്ലെങ്കിൽ ഒരു പരിപാടി നടക്കും, ഒരു റോഡ് നടക്കും.
NH എന്ന് പറയുന്നത് നമ്മുടെ NH 66 എന്നാണ് പറയുന്നത്. NH 66 തന്നെ ദേശീയപാത അതോറിറ്റിയാണ് അതിന്റെ മുഴുവൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും ദേശീയപാത അതോറിറ്റിയാണോ ദേശീയപാതകൾ ഉണ്ടാക്കുന്നത്? ഇന്ത്യയിലാകെ ഒരു പഴയ കണക്ക് പ്രകാരം 71,000 കിലോമീറ്റർ റോഡ് ഉണ്ടാക്കുമ്പോൾ, അതൊരു 10 കൊല്ലം മുമ്പ് ഞാൻ എഴുതിയ കണക്കാണത്, അതില് വെറും 30,000 കിലോമീറ്റർ മാത്രമാണ് ദേശീയപാത അതോറിറ്റി നിർമ്മിച്ചത്. മറ്റതൊക്കെ സംസ്ഥാനങ്ങൾ ഫണ്ട് കണ്ടെത്തി ദേശീയപാത അതോറിറ്റിക്ക് പോയ ടാക്സിന്റെ വിഹിതം സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് മറ്റ് പല സോഴ്സുകളിൽ നിന്ന്, അത് ചിലപ്പോ വിദേശ രാജ്യങ്ങളോ മറ്റ് ബാങ്കുകളോ മറ്റ് പലതും ആവാം, പലയിടത്തും നിന്ന് കടമെടുത്തിട്ടാവാം, എന്നിട്ട് ഗവൺമെന്റ് ടോൾ നടത്തി ടോൾ എടുത്തിട്ട് അത് എന്താ പറയാ, അത് ഗവൺമെന്റ് രീതിയിൽ പറ്റുമോ, അത് തീർക്കാൻ പറ്റുമോ എന്ന് നോക്കണം എന്ന രീതിയിലൊക്കെ ആലോചന വന്നതാണ്. അപ്പൊ അത്തരത്തില് ദേശീയപാത അതോറിറ്റി അല്ലാതെ തന്നെ സംസ്ഥാനങ്ങൾ റോഡ് ഉണ്ടാക്കുന്നുണ്ട്. ദേശീയപാത അതോറിറ്റി ഉണ്ടാക്കുന്ന റോഡിന് എന്തിനാണ് കേരളത്തിലെ ഇപ്പൊ പറയുന്ന റിയാസ് പറയുന്ന പോലെ 5,600 കോടി രൂപ 5,553 കോടി രൂപയൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞു? എന്തിനാ കൊടുക്കുന്നത്? അത് കൊടുക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ നികുതി അടച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ അത് കൊടുത്തതല്ല, തിരിച്ചു കിട്ടുന്ന പണമാണ്. പക്ഷെ ആ കൊടുത്തു എന്ന് പറയുന്ന ഈ അമിതമായ ഉത്സാഹം, അതായത് കേരളത്തിൽ ചുങ്കപ്പാതയല്ലാത്ത ഒരു ദേശീയപാത ഉണ്ടാവണമെന്ന സങ്കല്പം, അത് ജനകീയമായി ചർച്ച ചെയ്തു. ആ ജനകീയമായ ചർച്ചയുടെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ ജനങ്ങളുടെ പണ്ടേ ഉപയോഗിച്ചു പോരുന്ന ദേശീയപാത അതേപടി നിലനിർത്തുകയും അത് വിശാലമാക്കുകയും ചെയ്താൽ മതി, അതാണ് അത്യാവശ്യം, അടിയന്തര ആവശ്യം എന്ന തീരുമാനത്തിലെത്തിയതിനെ അട്ടിമറിച്ചുകൊണ്ട് സ്വകാര്യവൽകൃതമായ ഒരു ദേശീയപാത കേരളത്തിൽ വേണമെന്ന കോർപ്പറേറ്റ് താല്പര്യത്തിന്റെ പിറകെ അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും അന്നത്തെ ഭരണപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ചേരുന്നതാണ് കണ്ട് ദേശീയപാതയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്നവർ മാത്രം വേറൊരു ഭാഗത്തായി. അതുകൊണ്ടാണ് പിണറായി സർക്കാർ ആദ്യം വന്ന സമയത്ത് സമരസമിതിയോട് ജനങ്ങളോട് പറഞ്ഞത്, ഇതിൽ സമരസമിതികളുമായി ചർച്ചയില്ല, ചർച്ച ചെയ്യുന്നത് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി മാത്രമേ ചർച്ച ചെയ്യൂ. നിയമസഭയിൽ പങ്കാളിത്തമുള്ള പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി മാത്രമേ ചർച്ച ചെയ്യൂ എന്ന് തീരുമാനിച്ചു. അതിനർത്ഥം എന്താ? അത് പിടിക്കാൻ വളരെ എളുപ്പമാണ്. രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന ചർച്ചയല്ല വാസ്തവത്തിൽ വേണ്ടത്. ഇത് അനുഭവിക്കുന്ന പൊതുസമൂഹത്തിന് ടോൾപാത കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഈ വലിയ 7 അടിയോ 8 അടിയോ ഉയരത്തിൽ മതിൽ കെട്ടിയോ അല്ലെങ്കിൽ ഒരു കിണർ പോലെ താഴ്ത്തിയോ പോകുന്ന ദേശീയപാത കൊണ്ടുണ്ടാകുന്ന പ്രയാസം, അതിനുവേണ്ടി വരുന്ന പാരിസ്ഥിതിക നഷ്ടം, പല കാര്യങ്ങളും ജനങ്ങൾക്ക് പറയാനുണ്ട്, പല കാര്യങ്ങളും. പക്ഷേ ഈ വിക്ടിംസിന്റെ ഒരുപക്ഷെ പൊതുസമൂഹത്തിന്റെ ഇടപെടൽ ആവശ്യമില്ല, ഞങ്ങൾ രാഷ്ട്രീയ കക്ഷികൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മേധാ പട്കറുമായി പോലും ചർച്ച ചെയ്യാൻ സമ്മതിക്കാതെ മാറ്റി നിർത്തുകയാണ് പിണറായി വിജയൻ സർക്കാർ ആദ്യം ചെയ്തത്. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഇഷ്യൂവിനെ എങ്ങനെയാണ് ഒരുപക്ഷെ കോർപ്പറേറ്റ് സ്വകാര്യവൽക്കരണം, കേരളത്തിലും ഇന്ത്യയിലും സ്വകാര്യവൽക്കരണ അജണ്ടക്കെതിരെ സമരം ചെയ്യുന്ന വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉന്നതരായ നേതാക്കളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യവൽക്കരണ പദ്ധതിയായിട്ട് ഈ ദേശീയപാതയെ സ്വകാര്യവൽക്കരിക്കുന്നതിനാണ് വാസ്തവം. അങ്ങനെ വാസ്തവത്തിൽ അന്ന് നടക്കാതെ പോയത് ഈ ചർച്ചകൾ കൊണ്ടാണ്. എങ്ങനെ ജനങ്ങൾക്ക് കൂടുതൽ യോജിച്ച രീതിയിൽ ഒരു പാത വെട്ടാം എന്നുള്ള ചർച്ചയ്ക്ക് വേണ്ടി നിൽക്കുകയും 2014 അത്തരമൊരു പാതയുടെ ഡിസൈൻ രൂപീകരിക്കുകയും അപ്പോൾ തന്നെ രാഷ്ട്രീയ കക്ഷികളിൽ ഉയർന്നു വന്ന ചർച്ചയുടെ ഭാഗമായിട്ട് വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയൊക്കെ ചെയ്തു. അതിൽ ഇന്നത്തെ ഭരണപക്ഷത്തിന് വലിയ റോളുണ്ട്. ആ ചർച്ചയിലൊക്കെ ഭാഗമായിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിന് അവിടെ നിർത്തിവെക്കേണ്ടി വന്നത് കാരണം 2014 ഈ ഡിസൈൻ വെച്ചതിന് ശേഷം. ഈ സമയത്ത് അത് നിർത്തുകയല്ല, വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് യോജിച്ച രീതിയിലുള്ള ഒരു ഡിസൈനും ഒരു പദ്ധതിയും ആവിഷ്കരിക്കാൻ പറ്റിയ ഒരു സന്ദർഭം രൂപപ്പെട്ടായിരുന്നു. പക്ഷേ പിണറായി സർക്കാർ വന്നതോടുകൂടി ആ സാധ്യത പരിപൂർണമായി തകർത്തു. കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ ഒരു സ്വകാര്യവൽകൃത റോഡായി, ജനങ്ങളിൽ നിന്ന് തട്ടിയെടുക്കപ്പെട്ട റോഡാക്കിയിട്ട് ഇതിനെ മാറ്റി. വാസ്തവത്തിൽ എന്നിട്ട് വികസനം എന്ന് പറയുന്നത് ഇതാണ് എന്നൊരു ധാരണ ജനങ്ങൾക്ക് ഉണ്ടാക്കണേ. എന്താണ് കേരളത്തിലെ ദേശീയപാതയിൽ ഇന്ന് സഞ്ചരിക്കുന്നതിന് 30% യാത്രകൾ മാത്രമേ ഇനി നടക്കൂ. ബാക്കി 70% സർവീസ് റോഡുകളിലേക്ക് മാറാൻ പോവാണ്. കോഴിക്കോട് നിന്ന് എന്റെ നാട്ടിലേക്ക് പോകാൻ തന്നെ ഒരു ടോൾ ബൂത്ത് കിടക്കാൻ തന്നെ ആളുകൾക്ക് ഒരു വണ്ടി വിളിച്ചു പോകാനുള്ള പൈസ ടോൾ ബൂത്ത് കൊടുക്കണം. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? സർവീസ് റോഡിൽ വലിയ തിരക്കുണ്ടാവുകയാണ്. ഇപ്പൊ നമ്മൾ ആവശ്യപ്പെടുത്തിയിരുന്ന ഒരു കാര്യം ടോൾ ബൂത്തുകൾ എന്നുള്ള സങ്കല്പം ഒഴിവാക്കണമെന്ന്. പിന്നെ സർവീസ് റോഡ് ഇപ്പോൾ നേരത്തെ നോബൽ എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഈ 7 മീറ്ററിൽ എങ്ങനെയാണ് ടോൾ? ഒരു ബസ് ബേ ഇല്ല, ഒന്നുമില്ല. ഇത്
എങ്ങനെ പരിഹരിക്കാം, ഇനി എങ്ങനെയാണ് അതിൻ്റെ വഴി. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ വേറൊരു വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടാണ്, നമ്മുടെ നാട്ടിലല്ല ഇവിടെ എല്ലായിടത്തും നമ്മൾ ഈ പറഞ്ഞ ആഘാതങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മുടെ നാട്ടിൽ ചെറുകിട അങ്ങാടികളില്ലാതെ, അങ്ങാടികളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ആളുകൾക്ക് തൊഴിലില്ലാതെയായി, അവർക്ക് വരുമാനം നിറച്ചു, അവിടെ നിന്നുള്ള ആളുകൾ തിരിച്ചു പോകാൻ തുടങ്ങി. വാസ്തവത്തിൽ നമ്മുടെ 2010 കേരള ഈ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് ഒരു കോർപ്പറേഷൻ ഉണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത്. പ്രോജക്റ്റ് ഉണ്ടാക്കുകയും പ്ലാനിങ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കേരള സ്റ്റേറ്റിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഒരു നയം രൂപീകരിക്കുന്ന തയ്യാറാക്കി കൊടുക്കുന്ന ഒരു കോർപ്പറേഷൻ ഉണ്ട്. അവരുടെ പഠനത്തിൽ അവർ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്, ഇത് ഈ പദ്ധതിയൊക്കെ ആവിർഭവിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ഇത് സാധ്യമല്ല. കേരളത്തിൽ എലിവേറ്റഡ് ഹൈവേയുടെ കാര്യം നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ഇത് സാധ്യമല്ലാത്ത കേരളത്തിന്റെ ഇത് റിബൺ ഡെവലപ്മെന്റ് ആണ്. കേരളത്തിന്റെ സമ്പദ്ഘടന എന്ന് പറയുന്നത് പലതുമായി ആശ്രയിച്ചുള്ളതാണ്. അതുകൊണ്ട് നമുക്കിത് ഈ പാതയോരത്ത് നിന്ന് കച്ചവടം വഴിയും മറ്റു പല രീതിയിലുമുള്ള പണമാണ് വാസ്തവത്തിൽ നമ്മുടെ ഗ്രാമങ്ങളെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ വിനിമയത്തിൽ ചെന്നിരുന്ന് ഇത് മുഴുവൻ ഇല്ലാതാവുകയാണ് എന്ന് അന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്നാൽ ചെറുകിട വ്യാപാര ശൃംഖല പൂർണ്ണമായി തൂത്തെറിയപ്പെട്ടത് ദേശീയപാത വികസനം എന്ന് പറയുന്ന വികസനത്തിന്റെ വാക്കിന് പിറകിലാണ്. ഗവൺമെന്റ് പറയുന്ന കാര്യം, ഇത് ഞങ്ങൾ വന്നില്ലായിരുന്നുവെങ്കിൽ ഈ വികസനം ഉണ്ടാവുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ, അവർ വന്നില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ജനകീയമായൊരു വികസന ബദലിനെ പറ്റി വീണ്ടും ചിന്തിക്കുമായിരുന്നു. ചിലപ്പോൾ ദേശീയപാത ഇതേപടി 30 മീറ്റർ നിലനിർത്തി ഒരു പക്ഷെ കോർപ്പറേറ്റുകൾക്കോ വൻകിട വികസനക്കാർക്കോ ആവശ്യമായ രീതിയിൽ അവർക്ക് പണമുണ്ടെങ്കിൽ അവർക്ക് പണം കൊടുത്ത് നിർമ്മിക്കാവുന്ന മറ്റൊരു എക്സ്പ്രസ് ഹൈവേ വേറെ നിർമ്മിക്കാമായിരുന്നു. അതിന് വേറെ വഴിക്ക് പോകാം, അതിലേക്ക് ഉപ റോഡുകൾ മതി. ഇപ്പോഴുള്ള പാത അതേപോലെ നിലനിൽക്കുമായിരുന്നു, വികസിപ്പിക്കാൻ കഴിയുമായിരുന്നു. ആ പാതയിൽ പൂർണ്ണമായും മുഴുവൻ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധ്യമാകുമായിരുന്നു. ആ സാധ്യതയാണ് ഈ ഗവൺമെന്റ് വന്നപ്പോൾ ആദ്യം തല്ലി തകർത്തത്. അതുകൊണ്ടാണ് അവരത് ചർച്ച ചെയ്യാത്തത്. പകരം ഈ പാത പൂർണ്ണമായിട്ട് ഏറ്റെടുത്തിന് കച്ചവടത്തിന് കൊടുത്തു. ഇതാണ് ഈ ഗവൺമെന്റ് ചെയ്ത ആദ്യത്തെ അപകടം. അതുകൊണ്ട് അവര് ഞങ്ങൾ വന്നില്ലായിരുന്നുവെങ്കിൽ എന്ന് പറയുന്നത് അപകടമാണ്. പിന്നെ അവർ വന്ന് റോഡുണ്ടാക്കി. ആരുടെ റോഡുണ്ടാക്കി? നമ്മുടെ നാട്ടിൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ട റോഡുണ്ടാക്കി, നമ്മുടെ നാട്ടിൽ എല്ലാ തരത്തിലുള്ള അധിനിവേശങ്ങൾക്കുള്ള റോഡുണ്ടാക്കി. പിന്നെ കേരളത്തിലെ ഗവൺമെന്റിന് എന്താ പറയുക, വികസനം എന്ന് പറയുന്നത് ഒരു ജ്വരമാണ് എന്നുള്ളത്. വികസന തീവ്രവാദത്തിന് അടിമകളായതിൻ്റെ ഒരു പ്രശ്നമാണ് അവർക്കുള്ളത്. അത് അല്ലാതെ എന്താ പറയുക, ജനകീയമായൊരു വികസനം എന്താണ് എന്നൊരു സങ്കല്പത്തെപ്പറ്റി അവർ ആലോചിക്കുന്നതുമില്ല. മുഴുവൻ മനുഷ്യരുടെയും അനുകൂലമായി മനുഷ്യർക്കും പ്രയോജനപ്പെടാവുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഇവർ ഒരിക്കലും ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഇപ്പോൾ ഗവൺമെന്റ് ഇന്ന് ഉദ്ഘാടനമാണ് ദേശീയപാതയുടെ. ഇന്ന് ദേശീയപാത ഉദ്ഘാടനം കേന്ദ്ര ഗവൺമെന്റ് നടത്തുമ്പോഴും കേരള ഗവൺമെന്റിന്റെ ആളുകൾ കോഴിക്കോട് റാലി നടത്തുമ്പോഴും ഓർക്കേണ്ട കാര്യം, ദേശീയപാത ഇപ്പോഴും ആ പാത പോലും ഇപ്പോഴും പൂർണ്ണമല്ല. എവിടെയും ഇവിടെ മുതൽ ആകെ മലപ്പുറം ജില്ലയിൽ മാത്രമാണ് അത് പൂർണ്ണമായി ആ ഒരു പാതയുള്ളത്. ഇപ്പൊ പുതിയ പാത NH വന്നത്, പക്ഷെ ഉദ്ഘാടനമാണ്. അതിനർത്ഥം നമുക്കറിയാം, ഉദ്ഘാടനം മാത്രമല്ല, പാത മുഴുവനാവുന്നതിന് മുമ്പ് ടോൾ പിരിക്കാൻ കൂടി തുടങ്ങിയിട്ടുള്ളൊരു സംഭവം. ഇവിടെ ടോൾ വിരുദ്ധ സമരം അതിശക്തമായി കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുണ്ട്, കോഴിക്കോട് നടന്നിട്ടുണ്ട്. നേരത്തെ പാലിയേക്കരയിൽ നമ്മൾ ടോൾ വിരുദ്ധമായ സമരം നടത്തിയതാണ്. ടോൾ ലോകം മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ടോളിന്റെ ഒരു അടിസ്ഥാന നിയമങ്ങൾ ഒന്ന് എന്ന് പറയുന്നത്, നിങ്ങൾ ടോൾ പിരിക്കുന്ന പാതയാണ് എങ്കിൽ അതിന് സമാന്തരമായി ടോൾ രഹിതമായ ഒരു പാത നിർബന്ധമായി ഉണ്ടായിരിക്കണം. പാവപ്പെട്ട ജനങ്ങൾക്ക് പോകാൻ ടോൾ രഹിതമായി യാത്ര ചെയ്യാനുള്ള പാത രൂപീകരിച്ച് ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ ടോൾ പാതകൾ ഉണ്ടാക്കാവൂ എന്ന നിയമമുള്ള, ലോകത്ത് പൊതുവായി അംഗീകരിച്ച നിയമമുള്ളതാണ്. പക്ഷേ അക്കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോയിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് ദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കേരളീയത്തിൻ്റെ ഈ ഒരു ചർച്ച വാസ്തവത്തിൽ വളരെ പ്രസക്തമായ ഒരു ചർച്ചയാണ്. ഇതിൻ്റെ രണ്ട് തരത്തിൽ, ഒന്ന് ഇങ്ങനെ എനിക്ക് എപ്പോഴും പേടിയുള്ളത്, നോബിളൊക്കെ പറയുന്ന കാര്യം ഇവിടെ പറയുന്നു. സുബ്രഹ്മണ്യൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കുറേ മുമ്പ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇത്തരം സംഗതികൾക്കൊക്കെ ചെയ്തിട്ട് ഈ നാട്ടിലെ പൊതുസമൂഹം, രാഷ്ട്രീയ പാർട്ടി, കക്ഷി രാഷ്ട്രീയത്തിന് കീഴ്പ്പെട്ട് ചിന്തിക്കുന്നവർക്ക് ഒരു മാറ്റവുമില്ല. അവർക്ക് അവരുടെ ദൈവങ്ങൾ, മതവിശ്വാസം പോലെ അവരുടെ ദൈവങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും ചിന്തിക്കാനുള്ള യുക്തിബോധം അവരിലില്ലാതെയായി കഴിയുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മൾ പതുക്കെ പിൻവാങ്ങുകയും ഇത് അനിവാര്യമായ ദുരന്തങ്ങളിലേക്ക് നമ്മുടെ നാട് പോവുകയാണ് ചെയ്യാന്നൊക്കെ തോന്നുന്നു. ഈ പാത ഇടിഞ്ഞു വീണത് നമ്മൾ കണ്ടു പലയിടത്തായിട്ട്. ഒന്ന് മലപ്പുറം ജില്ലയിൽ തന്നെയാണ് നമ്മുടെ മുന്നിൽ. പാത ഇങ്ങനെ ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ഒരുപക്ഷെ ഈ ദുരന്തം നമ്മളിങ്ങനെ
പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. കേരളീയവും പറയുന്നുണ്ട്, നമ്മളൊക്കെ പറയുന്നുണ്ട് എന്നല്ലാതെ ഇത് എങ്ങനെയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇത് ഏറ്റെടുക്കാൻ കഴിയുക? ഈ ദേശീയപാത എന്ന് പറയുന്നത്, അതിൻ്റെ സമരം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ദേശീയപാത വരണ്ട എന്ന സമരമായിരുന്നില്ല, ദേശീയപാത വേണം എന്ന സമരമായിരുന്നു. അത് ജനങ്ങളുടെ പാതയാണ് എന്നുള്ള സമരമായിരുന്നു. അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം എന്നുള്ളതാണ്. ആ സമരമാണ് ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത്. ദേശീയപാത ജനങ്ങൾക്ക് വേണം, അത് വേറെ ആർക്കെങ്കിലും കൊടുത്തുകൂടാ. കേരളത്തിലെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഈ 2016 ശേഷം ദേശീയപാതയുടെ പല സ്ട്രെച്ചുകളും പൂർത്തിയായ സമയത്ത് കേരള സർക്കാർ, പ്രത്യേകിച്ച് PWD മന്ത്രി മുഹമ്മദ് റിയാസ് നിരവധി റീലുകൾ കേരളത്തിലെ ദേശീയപാത പൂർത്തിയായ സ്ട്രെച്ചുകളെ കുറിച്ച് ഇടുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെയാണ് 2023 മുതൽ പല സ്ഥലത്തും ദേശീയപാത ഇടിഞ്ഞു തുടങ്ങിയതോടെ ഈ ദേശീയപാത നാഷണൽ ഹൈവേ അതോറിറ്റി നിർമ്മിക്കുന്നതാണ്, ഇത് കേന്ദ്ര സർക്കാരിന്റെ പാതയാണ്, ഞങ്ങൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ള രീതിയിൽ പെട്ടെന്ന് LDF സർക്കാരിന്റെ നിലപാട് മാറി. പക്ഷെ ഇപ്പോൾ വീണ്ടും അക്കാര്യങ്ങളൊക്കെ ആളുകൾ മറന്നതോടെ വീണ്ടും ദേശീയപാതയുടെ 2 തരത്തിലുള്ള ഉദ്ഘാടനങ്ങൾ, കേന്ദ്ര സർക്കാരിന്റെ ഉദ്ഘാടനവും കേരള സർക്കാരിന്റെ ഉദ്ഘാടനവും ആഘോഷങ്ങളൊക്കെ 2 രീതിയിൽ കേരളത്തിൽ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഈ വിഷയങ്ങൾ കേരളത്തിന്റെ പൊതുശ്രദ്ധയിലേക്കും സിവിൽ സമൂഹത്തിലേക്കും കൊണ്ടുവരണം. അത്തരത്തിലുള്ള നിരവധി ഇടപെടലുകൾ കേരളത്തിലെ ജനകീയ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് N. സുബ്രഹ്മണ്യൻ. ഈ ഇലക്ഷനിലും ഒരു പീപ്പിൾസ് മാനിഫെസ്റ്റോ, ജനകീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന്റെ ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രകാശനവും വരുന്ന ആഴ്ചയിലുണ്ടാവും. എങ്ങനെയാണ് ദേശീയപാത അടക്കമുള്ള വിഷയങ്ങൾ ഇനി നമുക്ക് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്കും ഒക്കെ കൊണ്ടുവരുന്നത് എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതിനായിട്ട് ശ്രീ N. സുബ്രഹ്മണ്യനെ സ്വാഗതം ചെയ്യുന്നു. ഇനി പരിഹാരമൊന്നുമില്ല, ഇനിയിപ്പോ ഇതൊക്കെ അനുഭവിക്കുക മാത്രമേ നമ്മുടെ മുമ്പിൽ വഴിയുള്ളൂ എന്നുള്ള ഒരു തരം നിസ്സഹായാവസ്ഥയാണ് ആളുകൾ പ്രകടിപ്പിക്കുന്നത്. നമുക്കൊക്കെ ആ സംശയമുണ്ട്, ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇതൊക്കെ ഇങ്ങനെ ആയി, ഇനിയിപ്പോ ഇതൊക്കെ തിരുത്താൻ എന്താണ് വഴിയുണ്ടോ? ഈ പ്രശ്നങ്ങൾ ഒന്നും തീർന്നിട്ടില്ല. ഞങ്ങള് ജില്ലാ പരിസ്ഥിതി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മഴക്കാലത്തിന്റെ ആരംഭത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉണ്ടായിട്ടുള്ള വ്യാപകമായ ഈ നാഷണൽ ഹൈവേ നിർമ്മാണ തകർച്ച ഒരു വിദഗ്ധ സമിതിയെ വെച്ച് പരിശോധിക്കുകയുണ്ടായി. ആ സമിതിയിൽ ഹൈഡ്രോളജിസ്റ്റുകൾ ഉണ്ടായിരുന്നു, ജിയോളജിസ്റ്റുകൾ ഉണ്ടായിരുന്നു, ഉണ്ണികൃഷ്ണ പോലെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മേഖലയിൽ നടത്തിയിട്ടുള്ള പഠനത്തിൽ കണ്ടെത്തിയിട്ടുള്ള പ്രശ്നങ്ങളെ നമുക്ക് ഇങ്ങനെ തരംതിരിക്കാം. ഇതിൽ ഏത് പ്രശ്നമാണ് തീർന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഭൗമശാസ്ത്രപരമായ പ്രശ്നങ്ങൾ, ജിയോളജിക്കലായിട്ടുള്ള ഈ പാത വരുത്തി വെച്ചിട്ടുള്ള പ്രശ്നങ്ങൾ തീർന്നോ? ഇല്ല, വരാൻ പോകുന്നതേ ഉള്ളൂ. ഭൗമ സാങ്കേതികമായിട്ടുള്ള ജിയോ ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ അത് തീർന്നോ? ഇല്ല, അതും ഇനിയും കൂടുതൽ രൂക്ഷമായി വരാൻ പോകുന്നതേ ഉള്ളൂ. ജലശാസ്ത്രപരമായിട്ടുള്ള ഹൈഡ്രോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ഇനിയും വളരെ കൂടുതൽ രൂക്ഷമായി വരാൻ പോകുന്നതേ ഉള്ളൂ. കാരണം പാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്ന പകുതിയെങ്കിലും പൂർത്തീകരിച്ച സ്ഥലങ്ങളിലാണ് കഴിഞ്ഞ മൺസൂൺ കാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇപ്പോഴും കേരളത്തിലെ പല സ്ട്രെച്ചുകളിലും പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അവിടെയൊക്കെ പാതയുടെ പണി പാതിയെങ്കിലും ആവുമ്പോൾ ഈ പറയുന്ന ഭൗമശാസ്ത്രപരമായ പ്രശ്നങ്ങളും ഭൗമ സാങ്കേതിക വിദ്യാപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഹൈഡ്രോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളും വീണ്ടും രൂക്ഷമാകാൻ പോവുകയാണ്. മറ്റൊന്ന് പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ. പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ കൃഷിനാശത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, കുടിവെള്ളത്തിന്റെ നാശത്തിന്റെ പ്രശ്നമുണ്ട്, കിണറുകളിലെ വെള്ളത്തിലേക്ക് ഉപ്പുവെള്ളം കയറുന്ന പ്രശ്നങ്ങളുണ്ട്, ചെളിവെള്ളം കയറുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ തീർന്നോ? ഇല്ല, അതും കൂടുതൽ രൂക്ഷമാകാൻ പോവുകയാണ്. സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിരൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കാണ് വരാൻ പോകുന്നത്. കാരണം ഈ പറയുന്ന വേർതിരിച്ച് മതില് കെട്ടി തിരിച്ചിട്ടുള്ള ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സ്കൂളുകളിലേക്കുള്ള വഴികൾ അടച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, കടക്കാൻ ഓരോ 500 മീറ്ററിലും ഒന്നിക്കിൽ അണ്ടർപാസ്, അല്ലെങ്കിൽ മേൽപ്പാലം, അല്ലെങ്കിൽ കാൽനട യാത്രക്കാർക്കും കന്നുകാലികൾക്കും കടന്നു പോകാനുള്ള പാസ്, ഇതൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടാണ് ഈ പാത ഉണ്ടാക്കിയത്. ഉണ്ടായോ? ഇപ്പോഴും ഓരോ സ്ഥലത്തും ആളുകൾ ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഇവര് DPR-ൽ പറഞ്ഞതുകൊണ്ടാണോ അത് ഉണ്ടായത്? ഇവര് നിർമ്മിച്ചതാണോ? ജനങ്ങൾ സമരം ചെയ്തിട്ടാണ് പല സ്ഥലത്തും ഇപ്പോഴും പുതിയ അണ്ടർപാസുകളും പുതിയ ഓവർ ബ്രിഡ്ജുകളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രശ്നം തീർന്നോ? ഇല്ല, ഇപ്പോഴും പല പ്രദേശത്തും ജനങ്ങൾ സമരത്തിലാണ്. പല നഗരങ്ങളെയും വേർതിരിച്ചിരിക്കുന്നു മതില് കെട്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ എഴിലോട്, പിലാത്തറ,
പോലുള്ള പ്രദേശങ്ങൾ അത്ര വികസിച്ചു വരുന്ന ഒരു നഗരമായിരുന്നു. അതിനെ വേർതിരിച്ചിരിക്കുന്നു. അവിടെ ഞങ്ങൾ പരിശോധിച്ച ഈ സ്ട്രെച്ചിലുള്ള കാര്യങ്കോട് തൊട്ട് അങ്ങ് തലശ്ശേരി വരെയുള്ള മേഖലകളിൽ ഞങ്ങൾ പരിശോധിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ വയലുകളിലൂടെയും ചതുപ്പ് നിലങ്ങളിലൂടെയും പാത കടന്നു പോകുന്ന എല്ലാ സ്ഥലത്തും, പയ്യന്നൂർ ബൈപ്പാസ്, അതുപോലെ തന്നെ വേളാപുരത്ത് നിന്ന് കാട്ടാമ്പള്ളി വഴി കടന്നു പോകുന്ന ബൈപ്പാസ്, അതിന്റെ അപ്പുറത്തുള്ള ബൈപ്പാസുകൾ, ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ അതിരൂക്ഷമായിട്ട് വരാൻ പോവുകയാണ്. ഇതൊന്നും കുറയാൻ പോവുകയല്ല. അപ്പോ രൂപകൽപ്പനയിലെയും നിർമ്മാണത്തിലെയും പ്രശ്നങ്ങൾ പരിഹരിച്ചോ? ആ പ്രശ്നങ്ങളൊക്കെ അവിടെ ബാക്കി കിടക്കുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ദേശീയപാത നിർമ്മാണം ഏതാണ്ട് കഴിഞ്ഞു എന്നും ഇനി ഇതൊക്കെ നമുക്ക് സഹിക്കുക മാത്രമേ വഴിയുള്ളൂ എന്നുമുള്ള ചിന്ത നമ്മൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എല്ലാ പ്രശ്നങ്ങളും കൂടുതൽ കൂടുതൽ രൂക്ഷമായി കൊണ്ട് വരാൻ പോവുകയാണ്. ഈ പറയുന്ന ചതുപ്പുകളിലൂടെയും വയലുകളിലൂടെയും ഉണ്ടാക്കിയിട്ടുള്ള പാത പൂർത്തീകരിക്കുമ്പോൾ വീണ്ടും വീണ്ടും അതിന്റെ തകർച്ചയുണ്ടാകും. അതുപോലെ നഗരങ്ങളെ വേർതിരിച്ച സ്ഥലങ്ങളിൽ ഈ പറയുന്ന തൂണുകളിലൂടെയുള്ള പാതകൾക്ക് വേണ്ടിയുള്ള ജനങ്ങളുടെ മുറവിളി ഉണ്ടാവും. എന്നാൽ ഇതൊക്കെ കൊണ്ട് തീരുമോ ഈ പ്രശ്നം? ഇല്ല. കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ മുഴുവൻ വാഹനങ്ങളും ടോൾ രഹിതമായി സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു പാത കൊട്ടിയടച്ച്, അസാധ 70% വാഹനങ്ങളും അതിലൂടെ കടന്നു. ഇപ്പൊ പല ആളുകളും വിചാരിക്കുന്നത് ഈ റോഡിലെ കൂടി അങ്ങ് നല്ല സ്പീഡിൽ സ്കൂട്ടറൊക്കെ എടുത്തിട്ട് പോകാലോ എന്നുള്ളതാണ്. ഇപ്പൊ പോകുന്ന ആളുകൾ വിചാരിക്കുന്നത് ഇനി ഇത് എത്ര കാലം പോകും? യഥാർത്ഥത്തിൽ കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിലും യാത്രയിലും ഈ പാത ഇപ്പോ സൃഷ്ടിച്ച പ്രതിസന്ധികളുടെ 10 മടങ്ങ് പ്രതിസന്ധി, യാത്രാ ക്ലേശം, യാത്രാ സമയത്തിന്റെ വർധനവ്, പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ അധിക ചെലവ്. ഇപ്പോ ഈ പാതയൊക്കെ ഉണ്ടാക്കുമ്പോ പറഞ്ഞതെന്താ? നല്ല സ്പീഡിൽ, ഒരേ സ്പീഡിൽ പോയാൽ വാഹനങ്ങളുടെ പെട്രോൾ ഉപയോഗം കുറയും, അപകടങ്ങൾ കുറയും. നല്ല പാതയുണ്ടായാൽ അപകടങ്ങൾ കുറയും. കേരളത്തിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നല്ല പാത ഉണ്ടാക്കിയിട്ട് നല്ലൊരു പാത ഉണ്ടാക്കിയത് നമുക്കറിയാം. KSTP റോഡ് നല്ല പാതയുണ്ടാക്കി. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 500-ലധികം മരണങ്ങളാണ് ആ റോഡിൽ നടന്നത്. നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൽ അപകടങ്ങൾ കുറഞ്ഞോ? സ്റ്റാറ്റിക്സ് ഉണ്ട്, അപകടങ്ങളുടെ സ്റ്റാറ്റിക്സ്. 29,000 അപകടങ്ങളാണ് 2016 കേരളത്തിൽ നടന്നതെങ്കിൽ ഇപ്പോ ഏതാണ്ട് 49,000-ലധികം അപകടങ്ങളാണ് ഈ 2025 നടന്നത്. അപകടങ്ങൾ കുറഞ്ഞില്ല. അപ്പൊ നല്ല പാത ഉണ്ടായാൽ അത് ആർക്കാണ് പ്രയോജനം? ഈ ഒരു ചോദ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഇപ്പൊ തന്നെ റോഡ് ബ്ലോക്കാണ്. നേരത്തെ പറഞ്ഞു. എന്തുകൊണ്ടാണ് ബ്ലോക്ക് ആവുന്നത്? 45 മീറ്ററിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നയപ്രകാരം തന്നെ 4 വരി പാതയെ പണിയാൻ പാടുള്ളൂ. 45 മീറ്ററിൽ 6 വരി പാത എന്നുള്ള ഒരു DPR ഉണ്ടായിരുന്നോ ഈ പ്രൊജക്ടിന്? ഇല്ല, ഞാൻ കണ്ടിട്ടുണ്ട് പല എഞ്ചിനീയർമാരുടെ കയ്യിൽ നിന്നും. അവിടെയൊക്കെ വരച്ചു വെച്ചിരിക്കുന്നത് 4 വരി പാതയാണ്. പക്ഷെ അവർ പണിതത് എത്രയാ? 6 വരി പാതയാണ്. ഈ 6 വരി പാത പണിതത് കൊണ്ട് ഏറ്റവും കൂടുതൽ നാശം സംഭവിച്ചതും നഷ്ടം സംഭവിച്ചതും ആർക്കാ? ഒന്ന് കാൽനട യാത്രക്കാരന് നടക്കാനില്ല. കാരണം ഇപ്പൊ പറയുന്നത് സൈഡ് റോഡ്, സർവീസ് റോഡ്, ഫുട്പാത്ത് അടക്കം വാഹനങ്ങൾക്കാണ് എന്നാണ് ഇപ്പൊ പറയുന്നത്. ഫുട്പാത്ത് അടക്കം വാഹനങ്ങൾക്ക് കൊടുത്തിട്ടും 7 മീറ്റർ വീതിയിൽ ഒരു ബസ്സിനെ മറികടക്കാൻ മറ്റൊരു വാഹനത്തിന് കഴിയാത്ത തരത്തിലുള്ള ഒരു റോഡിലേക്കൂടി കേരളത്തിൽ ആകെയുള്ള വാഹനങ്ങളുടെ എണ്ണം നിങ്ങൾക്കറിയോ? ഈ 2026 ഫെബ്രുവരിയിലെ കണക്ക് പ്രകാരം 1,90,00,000 വാഹനങ്ങളാണ് കേരളത്തിലുള്ളത്. ഈ 1,90,00,000 വാഹനങ്ങളിൽ 1,15,00,000 വാഹനങ്ങൾ സ്കൂട്ടറുകളാണ്. ഈ പാതയിലേക്ക് പോവില്ല. ഏതാണ്ട് 25 ലക്ഷത്തോളം ടാക്സികളും അതുപോലെ തന്നെ പ്രൈവറ്റ് കാറുകളുമാണ്. അതൊക്കെ ദേശീയപാതയിലേക്കൂടി ഇങ്ങനെ ഓടുന്ന കാറും ടാക്സിയും ഒന്നും അല്ല. നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിലുള്ള മനുഷ്യര് ദേശീയപാതയിൽ 10 കിലോമീറ്റർ പോലും എന്ന് പറഞ്ഞാൽ അവരൊക്കെ സാധാരണ റോഡിലേക്കൂടിയും പ്രാദേശിക റോഡിലേക്കൂടിയൊക്കെയാണ് ഓടുന്നത്. സർവീസ് റോഡുകളിലൂടെയാണ് ഓടുന്നത്. അതിന്റെ ഒരു 20-30% കാറുകൾ മാത്രമേ എവിടെ ഉപയോഗിക്കുള്ളൂ? ഈ മേലെയുള്ള റോഡിന് ഉപയോഗിക്കാനാവുള്ളൂ. അത് തന്നെ ടോളാണെങ്കിൽ എങ്ങനെയെങ്കിലും സൈഡ് റോഡിലേക്ക് കൂടി കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ ആണെങ്കിൽ ടോൾ ബൂത്തുകളിൽ മാത്രമായിരുന്നു ഈ ഫാസ്ടാഗും
ഈ പണമൊക്കെ കൊടുക്കേണ്ടിരുന്നത്. ഇപ്പൊ റോഡിൽ കയറിയാൽ പുതിയ ഇതിലെ ടോൾ ബൂത്തുകൾ തന്നെ ഇല്ലാതാവാൻ പോവുകയാണ്. പകരം റോഡിൽ കയറിയാൽ നമ്മൾ ഫോൺ വിളിച്ചാൽ പൈസ പോകുന്നത് പോലെ പണം പോകുന്ന പരിപാടിയാണ് വരാൻ പോകുന്നത്. അപ്പോ എത്ര വാഹനങ്ങൾ അതിലെ കൂടി പോകും? എന്റെ ഒരു കണക്ക് കൂട്ടൽ അനുസരിച്ച് ഏതാണ്ട് 1,50,00,000 വാഹനങ്ങൾ, ഒരു 40 ലക്ഷം വാഹനങ്ങൾ ഈ പാത ഉപയോഗിക്കുമെന്ന് വിചാരിച്ചാലും ഏതാണ്ട് 75-80% വാഹനങ്ങളും ഈ കുടുസായ ഇടുങ്ങിയ ഫുട്പാത്ത് അടക്കം റോഡാക്കി മാറ്റിയ ഈ റോഡിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇപ്പോ ഭാഗികമായി പൂർത്തിയാക്കിയ പ്രദേശങ്ങളിലൂടെ ഈ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട് ടോൾ ഇല്ലാത്തതുകൊണ്ട്. ആ വാഹനം മുഴുവൻ താഴെ ഇറങ്ങുമ്പോ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം, കാൽനട യാത്രക്കാരന്റെ ജീവിതം എങ്ങനെയായിരിക്കും? ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങളിൽ മരിക്കുന്നത് പലപ്പോഴും സ്കൂട്ടർ യാത്രക്കാരും കാൽനട യാത്രക്കാരുമാണ്. ഈ വാഹനങ്ങൾ മുഴുവൻ ഈ റോഡിലേക്കൂടി, ഈ ഇടുങ്ങിയ റോഡിലേക്കൂടി പോകുമ്പോ അത് ഉണ്ടാക്കുന്ന ഗതാഗത തടസ്സം എത്രയായിരിക്കും? ഈ വാഹനങ്ങൾ മുഴുവൻ ഇങ്ങനെ ബ്രേക്ക് പിടിച്ച് ഇങ്ങനെ ഉരുട്ടി പോകുമ്പോൾ ഉണ്ടാകുന്ന ഇന്ധന നഷ്ടം എത്രയായിരിക്കും? അതുണ്ടാക്കുന്ന കാർബൺ, ഇപ്പോ നല്ല റോഡ് ഉണ്ടായാൽ കാർബൺ എമിഷൻ കുറയുമെന്നാണ് നമ്മളോട് ഈ വിദഗ്ധന്മാരൊക്കെ നമ്മളോട് ഈ തരത്തിൽ റോഡ് ഉണ്ടാക്കുമ്പോൾ പറയുന്നത്. വല്ലാതെ മലിനീകരണം കുറക്കും ഈ റോഡുകൾ. പക്ഷെ കേരളത്തിലെ ഈ 1.5 കോടി വാഹനങ്ങൾ എഴഞ്ഞെഴഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ഇന്ധന നഷ്ടവും ഇന്ധന ഉപയോഗത്തിന്റെ വർധനവും കാർബൺ എമിഷനും എത്രയായിരിക്കും? ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങ് തീരുവോ നാളെ? ഈ റോഡിങ് വന്നു കഴിഞ്ഞാൽ തീരില്ല. ഇനി ഈ പറയുന്ന അണ്ടർപാസുകളും അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ട് സാമൂഹികമായി ആളുകൾ വാഹനം 2-4 കിലോമീറ്റർ ഈ ഭാഗത്ത് നിന്ന് ഇപ്പുറത്തെ ഭാഗത്ത് എത്തുന്നതിന് വേണ്ടി ഒരാൾ അങ്ങോട്ട് പോകണം, അണ്ടർപാസിലൂടെ പോകണം, ഇങ്ങോട്ട് വരണം, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരണം. ഒരു 4 കിലോമീറ്റർ എങ്കിലും, ഒരു 10 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ഒരു വാഹനം അധികം ഓടേണ്ടുന്ന ദൂരം ഒരു 4 കിലോമീറ്റർ എങ്കിലും അധികം ഓടേണ്ടി വരുന്ന ഒരു സ്ഥിതി വരും. ഈ 1.5 കോടി വാഹനങ്ങൾ ഇങ്ങനെ അധിക ദൂരം ഓടേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വർദ്ധിച്ച ചെലവ്, അത് അവരുടെ ബജറ്റിൽ ഉണ്ടാക്കുന്ന ആഘാതം, ഇതൊക്കെ ഈ റോഡ് അങ്ങ് പൂർത്തീകരിച്ചാൽ ഇനി എന്ത് പ്രശ്നം കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ തീരാവുന്നതാണോ? ഗോവയിൽ 169 കിലോമീറ്റർ NH-66 കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് ഗോവ. ഏതാണ്ട് നമ്മളേതുപോലെ തന്നെ തീരപ്രദേശമാണ്. ഏതാണ്ട് കേരളത്തെക്കാൾ നഗരവൽകൃതമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഗോവ. 60%-ലധികം 62% അവിടെ നഗരങ്ങൾ എന്ന് പറഞ്ഞാൽ ടൗണുകൾ. കേരളത്തിൽ അതൊരു ഏതാണ്ട് 50% ആയിട്ടുള്ളൂ ഇപ്പോഴും. അപ്പൊ കൂടുതൽ നഗരവൽകൃതമായ, കൂടുതൽ ഏതാണ്ട് ഒരേ സ്ട്രെച്ച് ഈ പറയുന്ന തീരമേഖലയോട് അടുത്ത പ്രദേശങ്ങളിലൂടെ നാഷണൽ ഹൈവേ കടന്നു പോകുന്ന ഗോവയിൽ കേരളത്തിനേക്കാൾ മുമ്പ് ദേശീയപാത വികസിപ്പിച്ചിട്ടുണ്ട്. 30-45 മീറ്ററിൽ. ഇതുപോലെയാണോ വികസിപ്പിച്ചിട്ടുള്ളത്? ലോകത്ത് ഒരു സ്ഥലത്തും, ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇതുപോലുള്ള ഒരു റോഡ്, ദേശീയപാത വികസനത്തിന്റെ പേരിൽ വൻമതിൽ കെട്ടിയിട്ടുള്ള ഒരു റോഡ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് നേരിൽ കണ്ട അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റും. ഈ പറയുന്ന വലിയ കേരളത്തെ സിംഗപ്പൂരാക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ സിംഗപ്പൂർ പോയിട്ടുണ്ട്. സിംഗപ്പൂരെ റോഡ് ഞാൻ നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ പറയുന്ന 30 മീറ്ററിൽ 4 വരി പാതയൊക്കെ ആയിട്ട് തന്നെയാണ് സിംഗപ്പൂരും റോഡില്ല. അല്ലാതെ ഈ വൻമതിലിന്റെ മേലെ പോകുന്ന ഒരു റോഡ് സിംഗപ്പൂരിലില്ല. ഏഷ്യയിലെ പ്രധാനപ്പെട്ട വികസിത രാജ്യങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള ഒരു റോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഈ റോഡ് എങ്ങനെ ഇങ്ങനെ വന്നു? ഇതിന്റെ പിറകിലുള്ള താല്പര്യം എന്താണ്? ഇതിന്റെ ഗൂഢാലോചന എന്താണ്? അതാണ് വരുന്ന ആളുകൾ ചർച്ച ചെയ്യുക. അല്ലാതെ പിണറായി വിജയൻ 5600 കോടി രൂപ അങ്ങോട്ട് എടുത്തു കൊടുത്തിട്ട് എന്താ ഷെയറാണോ? 5600ന്റെ ഷെയർ കിട്ടോ? ഇതിപ്പോ നാളെ ഇത് സ്വകാര്യവൽക്കരിക്കും. ദേശീയപാത അതോറിറ്റിയുടെ കയ്യിലുള്ള ലക്ഷം കോടി വില വരുന്ന ഭൂമി വിട്ടുകൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് 10-30,000 കോടി രൂപ കൊടുത്ത് സ്ഥലമേറ്റെടുത്തു കൊടുക്കുന്നു. അതിൽ സർക്കാർ 5600 കോടി രൂപ കൊടുക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ റോഡ് ആരുടെ കയ്യിലേക്കാണ് പോകുന്നത്? ഇത് ദേശീയപാതയാണോ അല്ല ദേശീയപാതയുടെ നശീകരണമാണോ? ദേശീയപാതയുടെ നശീകരണമാണ്. ദേശീയപാത ഇല്ല ഇനി. ഗോവയിൽ 2 സ്ഥലത്ത് ടോളുണ്ട്. ഒന്ന് പനജി പാലം, ഡബിൾ ഡെക്കർ പാലാണ്. സ്ഥലം അധികം ഏറ്റെടുക്കുന്നതിന് പകരം
താഴെയും 4 വരി, അതിന്റെ മേലെയും 4 വരി പാലം നിർമ്മിച്ചിട്ടുണ്ട്. ആ പാലത്തിന് ടോളുണ്ട്. വടക്കേ ഗോവയിൽ മോപ്പ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകുന്ന റോഡിൽ, അത് നാഷണൽ ഹൈവേ അല്ല, ആ റോഡിൽ ടോളുണ്ട്. ഈ പറയുന്ന NH-66 169 കിലോമീറ്ററിൽ ഗോവയിൽ ഇപ്പോഴും ടോൾ പിരിക്കുന്നില്ല. അപ്പൊ ടോൾ ഇല്ലാതെ ഒരു പാത സാധ്യമല്ലേ? നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിന് സമാനമായി തന്നെ നിർമ്മാണ പ്രവർത്തനം നടത്തിയ മറ്റൊരു സംസ്ഥാനത്ത് ഈ പാത പൂർത്തീകരിച്ചിട്ടും ഇതുവരെയും ടോൾ ഇല്ലാതെ യാത്ര സാധ്യമാണെങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ 1-ാം നമ്പർ നവോത്ഥാനം, വിപ്ലവം, ഇതൊക്കെ ഇതൊന്നും ഗോവയിലില്ലല്ലോ. ഗോവയിൽ BJP-യും ഗോമന്താങ് പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രാദേശിക പാർട്ടികളും മാത്രമാണ് ഭരിച്ചിരിക്കുന്നത്. അവിടെ ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരനില്ലല്ലോ. എന്നിട്ടും അങ്ങനെ ഒരു പ്രദേശത്ത് ടോൾ ഇല്ലാതെ ഇതേ ദേശീയപാത, ഇതേ NH-66 കൂടി ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നാളെ കേരളത്തിൽ ഉറന്നു വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രക്ഷോഭം ടോൾ രഹിതമായ ദേശീയപാത വേണം എന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഈ ഗവൺമെന്റിനല്ല, ഇനി വരുന്ന ഗവൺമെന്റിനും ഒരു സംശയവും വേണ്ട. അതിന്റെ ഉദാഹരണമാണ് ആരിക്കാടിയിൽ കണ്ടത്. ടോൾ തുടങ്ങിയല്ലോ. ആരിക്കാടിയിലെ ടോൾ ബൂത്ത് പൂട്ടേണ്ടി വന്നില്ലേ? പന്നിയങ്കരയിലെ ടോൾ ബൂത്തിനെതിരായി സമരം ഉണ്ടായില്ലേ? അത് വരും. ചെറുത്തു നിൽക്കാനുള്ള മാർഗവും മാതൃകയും നമ്മുടെ മുമ്പിലുണ്ട്. ആ ചെറുത്തു നിൽക്കാനുള്ള മാർഗവും മാതൃകയും നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. അങ്ങനെ മാത്രമേ കേരളത്തിലെ ഗതാഗത തടസ്സങ്ങൾ പരിഹരിക്കാൻ പറ്റുള്ളൂ. ഇതിനെ ഒരു ടോൾ പാത എന്നതിൽ നിന്ന് വേർതിരിച്ച് എല്ലാ വാഹനങ്ങൾക്കും ടോൾ രഹിതമായി സഞ്ചരിക്കാവുന്ന ഒരു പാതയാക്കി മാറ്റുന്നതിനും അങ്ങനെ കേരളത്തിന്റെ ഗതാഗത തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള ഒരു വലിയ ജനകീയ പ്രസ്ഥാനം ഇനിയും ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ പ്രതീക്ഷയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ഇവിടെ ഈ പാനലിസ്റ്റുകൾ സൂചിപ്പിച്ച പോലെ തന്നെ പല രൂപത്തിലുള്ള സമരങ്ങളായിട്ടും, ടോൾ പ്ലാസയ്ക്കെതിരെയുള്ള സമരങ്ങളായിട്ടും, ഇനി വരാൻ പോകുന്ന പാരിസ്ഥിതിക തകർച്ചയ്ക്കെതിരായിട്ടുള്ള വീരമലയിലെ പോലുള്ള പലതരത്തിലുള്ള പ്രാദേശിക സമരങ്ങളുമായിട്ടൊക്കെ ഈ ദേശീയപാതയ്ക്കെതിരെ ഇനിയും പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നേക്കാം. അതിനുള്ള എല്ലാ സാഹചര്യവും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം കുമ്പളയിലെ ടോൾ പ്ലാസ സമരത്തെക്കുറിച്ച് സുബ്രഹ്മണ്യനോട് സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും ഈ വിഷയം ഇനിയും കേരളത്തിന്റെ പൊതു ചർച്ചയിലേക്ക് കൂടുതലായി കടന്നു വരട്ടെ. അതിനുള്ളൊരു തുടക്കമായിട്ട് മാത്രമാണ് ഈ പരിപാടി ഞങ്ങൾ ഈ ഭാവന രൂപകൽപ്പന ചെയ്തിരുന്നത്. ഈ പരിപാടിയിൽ പങ്കുചേർന്ന് സംസാരിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, എല്ലാ പാനലിസ്റ്റുകൾക്കും, പ്രോഗ്രാം കേൾക്കാനെത്തിയവർക്കും, എക്സിബിഷനിൽ പങ്കാളികളായവർക്കും എല്ലാവർക്കും കേരളീയൻ ട്രസ്റ്റിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി.